മിഷൻ ഇമ്പോസിബിൾ ഫ്രാഞ്ചൈസിലെ മൂന്നാമത്തെ മൂവി 2006 പുറത്തിറങ്ങിയ മിഷൻ ഇമ്പോസിബിൾ 3 എന്ന സിനിമയാണ് ഇന്ന് നമ്മൾ ഫിലിം ഫ്ലെക്സിലൂടെ കാണാൻ പോകുന്നത്. മിഷൻ ഇമ്പോസിബിളിന്റെ ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, അങ്ങനെ രണ്ട് സിനിമകൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് മൂവി കഴിഞ്ഞ 6 വർഷങ്ങൾക്ക് ശേഷം 2006 നടക്കുന്ന കഥയാണ് മിഷൻ ഇമ്പോസിബിൾ തേർഡ് പാർട്ട് മൂവിയിൽ പറയുന്നത്. സിനിമയുടെ തുടക്കത്തിൽ അടികൊണ്ട് അവശനിലയിലായി മുഖമൊക്കെ മുറിഞ്ഞ് മൂക്കിന്ന് ചോരയും വന്ന ഒരുമാതിരി അവസ്ഥയിലുള്ള നമ്മുടെ ഹീറോയെ, നമ്മുടെ ഈതൻ ഹണ്ടിനെയാണ് നമ്മൾ കാണുന്നത്. വില്ലന്മാർ അദ്ദേഹത്തെ പിടിച്ചിരിക്കുന്നു. അടിച്ച് തല്ലിച്ചതച്ച് ഒരു പരവമാക്കിയെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ തലയിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ചിപ്പും വെച്ചിട്ടുണ്ട്. വെറും ഒരു ചിപ്പ് മാത്രമല്ല, അതൊരു സ്ഫോടക വസ്തു കൂടിയാണ്. എപ്പോൾ വേണമെങ്കിലും വില്ലന്മാർക്ക് അത് ബ്ലാസ്റ്റ് ചെയ്യാം. അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഹീറോ മരിക്കും. ആ ഒരു ചിപ്പിലേക്കുള്ള സിഗ്നൽ റേഡിയേഷൻ ഒക്കെ കൺട്രോൾ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഹീറോയെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഹറാസ് ചെയ്യാൻ പറ്റും. ഈതന്റെ കൈയും കാലും ഒക്കെ ഒരു കസേരയിൽ കെട്ടിയിട്ട് അവൻ അനങ്ങാൻ പറ്റാത്ത രീതിയിലാക്കി ആ ചിപ്പ് വെച്ച് അവനെ ഹറാസ് ചെയ്ത്, നീ മര്യാദയ്ക്ക് സത്യം പറഞ്ഞു, എവിടെയാണ് റാബിറ്റ്സ് ഫുഡ് എന്ന് ചോദിക്കുന്നു വില്ലന്മാര്. റാബിറ്റ്സ് ഫുഡ് അഥവാ മുയലിന്റെ ആഹാരം എന്തോ ഒരു കോഡ് നെയിമാണ്. മേ ബി എന്തെങ്കിലും പവർഫുൾ ആയിട്ടുള്ള വെപ്പൺ ആകാം, അല്ലെങ്കിൽ ഡ്രഗ്സ് ആകാം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്തെങ്കിലും ആകാം, ഗോൾഡ്, ഡയമണ്ട്, അങ്ങനെ എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങളാകാം. വാട്ടെവർ, ഈ വില്ലന്മാരെ നമ്മുടെ ഹീറോയെ ഇങ്ങനെ ഹറാസ് ചെയ്യണമെങ്കിൽ അത്രയ്ക്ക് വിലപിടിപ്പുള്ള എന്തെങ്കിലും സാധനമായിരിക്കണമല്ലോ. അങ്ങനെയുള്ള എന്തോ ഒരു സാധനം നമ്മുടെ ഹീറോയുടെ പക്കലുണ്ട്. അത് എവിടെയെന്നാണ് വില്ലന്മാര് ചോദിക്കുന്നത്. എന്താ റാബിറ്റ്സ് ഫുഡോ? അത് ഞാനത് ഓൾറെഡി നിനക്ക് തന്നല്ലോ. ഈതൻ, നിന്റെ അടവൊക്കെ നിർത്തിക്കോ, നിനക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. സത്യം പറ, റാബിറ്റ്സ് ഫുഡ് എവിടെ? നീ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനത് നിനക്ക് തന്നതല്ലേ. മതിയാക്കി നിന്റെ അടവൊക്കെ. ഞാൻ 10 വരെ എണ്ണം. അതിനു മുമ്പ് റാബിറ്റ്സ് ഫുഡ് എവിടെയെന്ന് പറഞ്ഞില്ലെങ്കിൽ ഇവളെ ഞാൻ കൊല്ലും. ഈ പെണ്ണാണ് ജൂലിയ, നമ്മുടെ ഹീറോയുടെ ഏറ്റവും അടുത്ത, ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള വ്യക്തിയാണ്. പ്ലീസ് അവളെ ഒന്നും ചെയ്യരുത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിനക്ക് തരാനുള്ളതെല്ലാം തന്നിരുന്നു. പിന്നെ നീ എന്തിനെ പറ്റി ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്ലീസ് അവളെ ഇതിനിടയിൽ കൊണ്ടുവരരുത്. നിനക്ക് മറ്റെന്തെങ്കിലുമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എന്നോട് പറ, എന്നോട് സംസാരിക്കേ. എന്നിങ്ങനെയൊക്കെ തുടങ്ങി ഓരോന്ന് പറഞ്ഞ് ബബബ അടിച്ച് ഇവിടുന്ന് രക്ഷപ്പെടാൻ എന്താ വഴി എന്ന് കൂടി ആലോചിക്കുകയാണ് നമ്മുടെ ഹീറോ. എന്നാൽ ഇവൻ എന്തൊക്കെ പറഞ്ഞാലും വില്ലനാണെന്നും കേട്ട ഭാവം പോലും കാണിക്കുന്നില്ല. പുള്ളിക്കാരൻ ഇപ്പോൾ 6 വരെ എണ്ണിക്കഴിഞ്ഞു. പ്ലീസ് റാബിറ്റ്സ് ഫുഡ് പാരീസിലാണുള്ളത്. ഇതിന് നീ ആരെ ഈ പൊട്ടനാക്കാൻ നോക്കുന്നത്? അത് പാരീസിലില്ലെന്ന് എനിക്കറിയാം. പ്ലീസ് നീ അവളെ ഒന്നും ചെയ്യാതിരുന്നാൽ ഞാൻ തന്നെ നിനക്കത് എത്തിച്ചു തരാം. ഉടനെ വില്ലൻ ജൂലിയുടെ കാലിൽ വെടിവെച്ചിട്ട്, ഞാൻ തമാശ പറയണമെന്ന് കരുതിയോ നീ? ഇവളെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും. ഇനി നിനക്ക് അവളെ ജീവനോടെ കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ സത്യം പറയണം, റാബിറ്റ്സ് ഫുഡ് എവിടെ? ഈതൻ എന്തൊക്കെ പറഞ്ഞിട്ടും എങ്ങനെയൊക്കെ പറഞ്ഞിട്ടും വില്ലൻ കേൾക്കാൻ തയ്യാറാവുന്നില്ല. ഒരു നിമിഷം ഈതന്റെ കണ്ണ് നിറഞ്ഞ് അവൻ വില്ലനോട് കെഞ്ചുന്ന വരെയുണ്ട് അവളെ ഒന്നും ചെയ്യരുതെന്ന്. എന്തൊക്കെയാണെങ്കിലും വില്ലൻ അതൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ അവളെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നത് കാണിച്ച് നമ്മുടെ സിനിമയുടെ ടൈറ്റിൽ കാണിക്കുന്നു, മിഷൻ ഇമ്പോസിബിൾ 3. ഇപ്പം നമ്മൾ കണ്ട സംഭവങ്ങൾക്ക് കുറേ നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഈതനും ജൂലിയും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. സോ അതിന്റെ ഭാഗമായിട്ട് അവർക്ക് അറിയാവുന്ന ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടി ഒരു പാർട്ടി നടത്തുന്നു. ഇതിനു മുമ്പ് നമ്മുടെ ഈതൻ നയ എന്നൊരു പെണ്ണുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു. ബട്ട് അതെന്തോ വർക്കൗട്ട് ആയില്ല. ഈതനൊരു സ്പൈ ആണല്ലോ. പുള്ളിക്കാരന് പല മിഷൻസിന്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിൽ പോകേണ്ടതായിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള മിഷൻസിനിടയിൽ കണ്ടുമുട്ടുന്ന സ്ത്രീകളുമായിട്ട് ആൾക്ക് റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നിരിക്കും. ആളുടെ ജോലി അങ്ങനെ ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെ പല പല റിലേഷൻഷിപ്പിലൂടെ കടന്നു വന്ന് ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് ഈതൻ ജൂലിയുമായിട്ട് റിലേഷൻഷിപ്പിലായിരിക്കുന്നു. കല്യാണം തീരുമാനിച്ചു. അതിന് മുന്നോടിയായിട്ട് അറിയാവുന്ന ആളുകളൊക്കെ വിളിച്ചു വരുത്തി ഇപ്പോൾ ഒരു പാർട്ടി നടത്തുന്നു. നമ്മുടെ ഈതന് റിലേറ്റീവ്സ് ആയിട്ട് ആരും തന്നെയില്ല. അവന്റെ പേരൻസ് എല്ലാം മരിച്ചുപോയി എന്നാണ് അവൻ പറയുന്നത്. ജൂലിയുടെ കേസിൽ ജൂലിയുടെ സിസ്റ്ററും ജൂലിയുടെ സിസ്റ്ററിന്റെ ഹസ്ബൻഡും അവരാണ് അവൾക്ക് റിലേറ്റീവ് ആയിട്ടുള്ളത്. പിന്നെ പരിചയമുള്ള നെയ്ബേഴ്സ്, ഫ്രണ്ട്സ് അവരെല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഒരു പാർട്ടി നടത്തുന്നു. അവരോട് ആരോടും തന്റെ ഒറിജിനൽ ജോലി എന്താണെന്ന് ഈതന് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് അവന്റെ ജോലി എന്നാണ് അവൻ പറയുന്നത്. നമ്മുടെ ജൂലി അവളുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നു. എവിടെ വെച്ചാണ് ഈതനും ജൂലിയും കണ്ടുമുട്ടിയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അവൾ സംസാരിക്കുന്നത്. അത് ആക്ച്വലി ഞങ്ങൾ ഒരു ലേക്കിന്റെ അവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത്. ആ ലേക്കിന്റെ പേര് എന്ന് പറഞ്ഞാൽ അവൾ ഇങ്ങനെ ആലോചിക്കുന്നു. അന്നേരം ഇവര് സംസാരിക്കുന്നതൊക്കെ കുറച്ച് മാറി നിന്ന് കാണുന്ന ഈതൻ, വനാക്ക ലേക്ക്, യെസ് ഞങ്ങൾ കണ്ടുമുട്ടിയത് വനാക്ക ലേക്കിൽ വെച്ചാണ് എന്ന് വിളിച്ചു പറയുന്നു. നമ്മൾ സംസാരിച്ച് അവന് കേൾക്കാൻ പറ്റിയോ? ജൂലിയുടെ ഫ്രണ്ട്സിനൊക്കെ അങ്ങ് അത്ഭുതമായി. നോക്കുമ്പോൾ ഇവർ നിൽക്കുന്നതും അവൻ നിൽക്കുന്നതും കുറേ ഡിസ്റ്റൻസിലാണ്. ഇവർ പതിയെയാണ് സംസാരിച്ചത്. എന്നിട്ടും ഹീറോയ്ക്ക് ഇവർ സംസാരിക്കുന്നത് എന്താണെന്ന് എങ്ങനെ മനസ്സിലായി? ആക്ച്വലി ജൂലി അവളുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നതൊക്കെ ഈതൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇവരുടെ ലിപ് മൂവ്മെന്റ് മാത്രം വെച്ച് ഇവർ സംസാരിക്കുന്ന വിഷയം കറക്റ്റ് ആയിട്ട് ഇതിന് മനസ്സിലാക്കാൻ പറ്റി. സീക്രട്ട് ഏജന്റ് അല്ലേ, ഇങ്ങനെയുള്ള പല കഴിവുകളും ആൾക്കുണ്ട്. എന്തായാലും ഇങ്ങനെ പാർട്ടിയൊക്കെ നടത്തി എല്ലാവരും അടിച്ചു പൊളിച്ച് ആഘോഷിച്ച് ഇവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഈതനൊരു ഫോൺ വരുന്നു. മെക്സിക്കോയിലേക്ക് ഈതനൊരു ഫ്രീ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടത്രേ. അതും ഒരു കോഡാണ്. ഒരു ഏജന്റുമായിട്ട് ഉടനെ മീറ്റ് ചെയ്യണം. വളരെ പ്രധാനപ്പെട്ട ഒരു മിഷൻ വന്നിട്ടുണ്ട്. അതേ തുടർന്ന് നമ്മുടെ ഈതൻ വീട്ടിലുണ്ടായിരുന്ന ഐസ് എല്ലാം എടുത്തു കളഞ്ഞിട്ട്, ഐസ് തീർന്നു പോയി, ഞാൻ പോയി ഐസ് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പോകുന്നു. അങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റിൽ വെച്ച് ജോൺ എന്നൊരു ഏജന്റിനെ നമ്മുടെ ഹീറോ മീറ്റ് ചെയ്യുന്നു. കാര്യം എന്താണെന്നാൽ ഇവരെ പോലൊക്കെ തന്നെയുള്ള IMF-ലെ വളരെ പ്രഗത്ഭയായ നമ്മുടെ ഹീറോ പേഴ്സണലി ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു ഏജന്റാണ് ഈ ഏജന്റ് ഫാരിസ്. അവളൊരു മിഷനിലായിരുന്നു. എന്നാൽ ഇപ്പോൾ അവളെ കാണാനില്ല. അവളെ പറ്റി യാതൊരു ഇൻഫോർമേഷനും അവൈലബിൾ അല്ല. മോസ്റ്റ് പ്രോബബ്ലി അവളെ ക്രിമിനൽസ് പിടിച്ചതാവണം. അവളെ രക്ഷിക്കാൻ വേണ്ടി ഒരു മിഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ മിഷന്റെ ഭാഗമായിട്ട് നമ്മുടെ ഈതൻ ഹണ്ടും അങ്ങോട്ട് പോകണമെന്നാണ് ജോൺ പറയുന്നത്. എന്നാൽ ഈതൻ സമ്മതിക്കുന്നില്ല. അതിന് ഞാൻ തന്നെ വരണമെന്നില്ലല്ലോ, നിങ്ങൾക്ക് മറ്റാരെങ്കിലും അയക്കാമല്ലോ. എന്തുകൊണ്ടാണ് ഹീറോ സമ്മതിക്കാത്തതെന്ന് മനസ്സിലായല്ലോ. കാരണം അവന്റെ വിവാഹം അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഇങ്ങനൊരു മിഷൻ ഇറങ്ങി തിരിച്ചാൽ അതെല്ലാം കുളമാകും. ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് കല്യാണമൊക്കെ കഴിച്ച് അങ്ങനെ ഒരു ജീവിതത്തിലേക്കും കൂടി കടക്കാമെന്ന് തീരുമാനിച്ച് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ വീണ്ടും അടുത്ത മിഷൻ വന്നിരിക്കുന്നു. നമ്മുടെ ആളൊരു സീക്രട്ട് ഏജന്റ് ആണ്. ചുമ്മാ ഇങ്ങനെ ഒരു
മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവനെ കൊണ്ട് അങ്ങനെ അങ്ങ് അവഗണിച്ച് കളയാൻ പറ്റുമോ? പറ്റില്ല. മാത്രമല്ല ഇപ്പോൾ കാണാതായിരിക്കുന്ന ആ ഒരു ലിൻസി ഫാരിസ് പുള്ളിക്കാരിയെ നമ്മുടെ ഹീറോ നേരിട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഈതൻ ഹണ്ടും ലിൻസി ഫാരിസും ഇവർ തമ്മിൽ ആ ഒരു ബന്ധവുമുണ്ട്. സോ എന്ത് വില കൊടുത്തും അവളെ കണ്ടുപിടിച്ച് സേഫ് ആയിട്ട് തിരിച്ചു കൊണ്ടുവരണം. അങ്ങനെയൊക്കെ ആലോചിക്കുന്ന ഹീറോ ഈ ഒരു മിഷൻ ഏറ്റെടുക്കാമെന്ന് തീരുമാനിക്കുന്നു. ഈ പുള്ളിക്കാരനെ കണ്ടോ, ഇങ്ങേരാണ് ഓവൻ ഡേവിയൻ. ഇങ്ങേരെ നിരീക്ഷിക്കുന്നതായിരുന്നു നമ്മുടെ ലിൻസിയുടെ മിഷൻ. കഥയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടില്ലേ, നമ്മുടെ ഹീറോയെ കെട്ടിയിട്ട് അവനെ ഹറാസ് ചെയ്ത് റാബിറ്റ്സ് ഫുഡ് എവിടെ എന്നൊക്കെ ചോദിക്കുന്ന ആ പുള്ളിക്കാരനാണ് ഇങ്ങേര്, ഓവൻ ഡേവിയൻ. മോസ്റ്റ് പ്രോബബ്ലി IMF ഏജന്റ് ആയിരുന്ന ലിൻസി ഫാരിസിനെ ഓവൻ ഡേവിയന്റെ ആളുകൾ പിടിച്ചിട്ടുണ്ടാവുമെന്നാണ് IMF കരുതുന്നത്. നിലവിൽ ഇതുവരെ ഓവൻ ഡേവിയനെ പറ്റി IMFന് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ വെച്ച് അങ്ങേരെ ട്രാക്ക് ചെയ്ത് ലിൻസി ഫാരിസ് അങ്ങേരുടെ പിടിയിലാണെങ്കിൽ അവളെ രക്ഷിക്കുക എന്നുള്ളതാണ് ഇവരുടെ ദൗത്യം. ഈ ഒരു മിഷന് വേണ്ടി ഒരു ടീമിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ആള് ഡെക്ലാൻ ഗോംലെ. ഇങ്ങനെ ബേസിക്കലി ഒരു എഞ്ചിനീയർ ആണ്. മാത്രമല്ല പുള്ളിക്കാരൻ നല്ലൊരു ഫൈറ്ററുമാണ്, നല്ല സ്കിൽഡ് ആണ്. രണ്ടാമത്തെ ആള് കമ്മ്യൂണിക്കേഷൻസും അതുമായിട്ട് ബന്ധപ്പെട്ട ചുമതലയൊക്കെ നോക്കാനായിട്ട് ഷെൻ ലെയ്. ടീമിലെ മൂന്നാമത്തവൻ നമ്മുടെ ലൂതർ. അറിയാലോ പുള്ളിയെ പറ്റി, പ്രൊഫഷണൽ ഹാക്കർ. ഇവർ മൂന്നുപേരും അടങ്ങുന്ന ടീമിനെ ഈതൻ നയിക്കണമെന്നാണ് IMF അഥവാ IMFന്റെ ഏജന്റ് ആയിട്ടുള്ള ജോൺ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു മിഷന് പോകാമെന്ന് തീരുമാനിക്കുന്ന ഈതൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ച് ഇവന്റെ കൂടെ ഈ മിഷന് ഭാഗമായിട്ടുള്ള ആളുകളെല്ലാം വിളിച്ചു ചേർത്ത് വിശദമായ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് എങ്ങനെ ഏത് തരത്തിൽ അറ്റാക്ക് ചെയ്യണം, ലിൻസിയെ കണ്ടുപിടിച്ച് അവളെ പുറത്ത് കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് ജർമ്മനിയിൽ നമ്മുടെ വില്ലനുള്ള സ്ഥലത്ത് ചെന്ന് അറ്റാക്ക് ചെയ്യുന്നു. അവിടെ ഡേവിയന്റെ ആളുകളുടെ പിടിയിലുണ്ടായിരുന്നു ലിൻസി ഫാരിസും. ലിൻസി അവിടെ ഉണ്ടെന്നൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തു. കൺഫേം ആയതും പിന്നെ അങ്ങോട്ട് ഫൈറ്റ് തുടങ്ങി. ഇതിന് ആ ഒരു ബിൽഡിങ്ങിൽ പല സ്ഥലങ്ങളിലായിട്ട് എക്സ്പ്ലോസീവ്സ് വെച്ച് ഒരു ബ്ലാസ്റ്റ് ഉണ്ടാക്കി. അതേസമയം തന്നെ ഇവരുടെ കൂട്ടത്തിലുള്ള ഷെൻ എല്ലാ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസും ബിൽഡിങ്ങിലേക്ക് പോകുന്ന ഇലക്ട്രിസിറ്റിയും കട്ട് ചെയ്തു. ലൂതർ ആവട്ടെ ബിൽഡിങ്ങിന് പുറത്തുണ്ടായിരുന്ന ഓട്ടോമേറ്റഡ് ഗൺസ്, പ്രൊട്ടക്ഷന് വേണ്ടി വെച്ചിരുന്ന ഓട്ടോമേറ്റഡ് ഗൺസ് ഒക്കെ ഹാക്ക് ചെയ്ത് ആക്സസ് ചെയ്ത് ആ ഒരു ബിൽഡിങ്ങിലേക്ക് തന്നെ ഫയർ ചെയ്യുന്നു. അതായത് നമ്മുടെ ലിൻസി ഫാരിസും ഡേവിയന്റെ ആളുകളും ഒക്കെ ഉള്ള ആ ഒരു ബിൽഡിങ്ങിലേക്ക് ഫയർ ചെയ്യുന്നു. ഇവർ മൂന്നാളും മാത്രമല്ല, ഇവരുടെ ടീമിൽ ഡെക്ലാൻ ഗോംലെ എന്നൊരു പുള്ളിക്കാരനുണ്ട്. അവൻ ഇവർക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ, ലിൻസിയും കൂട്ടിക്കൊണ്ട് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി ഒരു ഹെലികോപ്റ്റർ കൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഡേവിയന്റെ ആളുകളിൽ ലിൻസിയെ കെട്ടിയിട്ടിരിക്കുന്ന അവിടെ ചെന്ന് അവരെ എല്ലാവരെയും വകവരുത്തി നമ്മുടെ ഹീറോ അവളെ രക്ഷിക്കുന്നു. ഇതേസമയം ഷെൻ ആവട്ടെ ഈ ഡേവിയന്റെ ആളുകൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്ന അവരുടെ സിസ്റ്റംസ് ഒക്കെ എടുക്കാൻ ചെല്ലുന്നു. കറക്റ്റ് ആ സമയത്ത് വെടികൊണ്ട് വീണ ഡേവിയന്റെ ഒരു പുള്ളിക്കാരൻ അങ്ങനെ ഒരു ഗ്രനേഡിന്റെ പിന്നൂരി അവിടെ ഡ്രോപ്പ് ചെയ്തു. അതിനടുത്തും സിസ്റ്റം എടുക്കാൻ വന്ന ഷെൻ അവിടെ ഓടി മാറി. നമ്മുടെ ഹീറോ ഈതൻ അവൻ ഇപ്പൊ രക്ഷിച്ച ലിൻസിയിലെ അവൾക്ക് ഒരു ഗണ്ണ് കൊടുക്കുന്നു. അങ്ങനെ അവർ രണ്ടാളും ഡേവിയന്റെ ആളുകളോട് ഫൈറ്റ് ചെയ്ത് അവരെയൊക്കെ ഷൂട്ട് ചെയ്ത് കൊന്ന് അവരുടെ ടീമിലുള്ള ബാക്കിയുള്ള ആളുകളുടെ അടുത്തെത്തി അവിടുന്ന് ഒരുമിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അതേസമയം ഗ്രനേഡ് ബ്ലാസ്റ്റിൽ നിന്നൊക്കെ ഒരു വിധത്തിൽ രക്ഷപ്പെട്ട നമ്മുടെ ഷെൻ ആ ഗ്രനേഡ് ബ്ലാസ്റ്റ് ആയി അവിടെ ചെന്ന് നോക്കുമ്പോൾ ഡേവിയന്റെ ആളുകൾ യൂസ് ചെയ്തിരുന്ന അവരുടെ സിസ്റ്റം എടുക്കാൻ ചെല്ലുമ്പോൾ ആ ഒരു ഗ്രനേഡ് ബ്ലാസ്റ്റ് ആയി അത് തകർന്ന് തരിപ്പണമായിരിക്കുന്നു. എന്നാൽ പോലും അതിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോലത്തിലായതുകൊണ്ട് അവൾ ആ ലാപ്പും എടുത്ത് അവിടുന്ന് അങ്ങനെ രക്ഷപ്പെടുന്നു. ഈതനും ലിൻസിയും അവർക്കെതിരെ വരുന്ന ആളുകളെയൊക്കെ ഷൂട്ട് ചെയ്ത് അങ്ങനെ മുന്നോട്ട് വന്നിട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ലിൻസിയുടെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണിലെ ബുള്ളറ്റ് എല്ലാം തീർന്നു. ഈതിന്റെ കയ്യിലുള്ള ഗണ്ണിൽ ഒരേ ഒരു ബുള്ളറ്റ് മാത്രം ബാക്കി. ഇനിയിപ്പോൾ റീലോഡ് ചെയ്യാനായിട്ട് മാഗ് ഒന്നും ഇല്ലതാനും. ആ ഒരു അവസാനത്തെ ബുള്ളറ്റും ഇവരെ എതിർക്കാൻ വന്ന ഒരുത്തിനെതിരെ കൃത്യമായി യൂസ് ചെയ്ത് അവിടെ ഒരു എക്സ്പ്ലോസീവും വെച്ചിട്ട് നമ്മുടെ ഹീറോയും ലിൻസിയും എടുത്ത് താഴെ ചാടുന്നു. താഴെ ലൂതർ ഒരു വാനുമായി ഇവരെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഷെന്നും മൂടി വന്ന് അതിൽ കയറി. അങ്ങനെ ആ ഒരു ബിൽഡിങ്ങിൽ വീണ്ടും വലിയൊരു സ്ഫോടനം ഉണ്ടാക്കി അതിലുണ്ടായിരുന്ന കുറച്ച് ആളുകളെയും കൂടെ കൊന്നു കളഞ്ഞിട്ട് നമ്മുടെ ഹീറോയും ടീമും ആ വാനിൽ അവിടുന്ന് മുന്നോട്ട് നീങ്ങുന്നു. ഡേവിയന്റെ ആളുകൾ എല്ലാവരും മരിച്ചിട്ടില്ല. കുറെ ആളുകൾ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ വാനിൽ അങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ പറ്റത്തില്ല. ഹെലികോപ്റ്റർ വേണം. പറഞ്ഞു തീർന്നില്ല, കൃത്യസമയത്ത് ഡെക്ലാൻ ഹെലികോപ്റ്ററുമായി എത്തി. അങ്ങനെ അവർ ആ ഒരു ഹെലികോപ്റ്ററിൽ കയറുന്നു. നമ്മുടെ ലിൻസിയുടെ തലയ്ക്കുള്ളിൽ നിന്ന് അവളെ ഒരുമാതിരി ഇറിറ്റേറ്റ് ചെയ്യുന്ന ശബ്ദം അവൾക്ക് കേൾക്കുന്നു. കാരണം ഡേവിയന്റെ ആളുകൾ ലിൻസിയുടെ തലയിൽ ഒരു ചിപ്പ് ഇംപ്ലാന്റ് ചെയ്തിരുന്നു. അതിൽ നിന്നുണ്ടാകുന്ന വേദന അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവളെ എങ്ങനെ രക്ഷപ്പെടുത്തുമെന്ന് അറിയാതെ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മറ്റൊരു കോപ്റ്ററിൽ വില്ലന്റെ ആളുകൾ വീണ്ടും ഇവരെ ഫോളോ ചെയ്യുന്നു. ഈ ഒരു പോണ പോക്കിലും പലയിടത്തും സ്ഫോടനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സ്വാഭാവികം, അങ്ങനെ ആയിരിക്കുമല്ലോ. ഇവർ പോണ വഴിക്കൊക്കെ ബോംബ് വെച്ച് തകർത്തുകൊണ്ടാണ് പോകുന്നത്. ലിൻസിക്ക് അവട്ടെ വേദന സഹിക്കാൻ പറ്റുന്നില്ല. അവളുടെ തല പൊട്ടുന്ന പോലെ അവൾക്ക് ഫീൽ ചെയ്യുവാണ്. അവളുടെ തലയ്ക്കുള്ളിലുള്ള ആ ചിപ്പ് അത്ര മോശമായിട്ട് ആക്ട് ചെയ്യുന്നു. ഇപ്പം നമ്മളിൽ പലർക്കും നമ്മുടെ കണ്ണിൽ ഒരു ഈച്ച പോയാൽ എന്തായിരിക്കും അവസ്ഥ, എന്തുമാത്രം നമ്മൾ ഇറിറ്റേറ്റഡ് ആവും. ഇതിപ്പോൾ ഒരു വ്യക്തിയുടെ തലയ്ക്കുള്ള ഒരു ചിപ്പ് വെച്ചിട്ട് അതിലേക്ക് റേഡിയേഷൻ എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു കണ്ടീഷൻ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുപോലെ വേദന എടുത്ത് അവൾ വേദന കൊണ്ട് കിടന്ന് പൊളയുന്നു. ഇതിനെല്ലാം പുറമെ നമ്മുടെ ഹീറോ ഒക്കെ പൊക്കോട്ടിരിക്കുന്ന ഡെക്ലാൻ ഓടിക്കുന്ന ഇവരുടെ ഹെലികോപ്റ്ററും ഇവരെ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു കോപ്റ്ററും ഇത് രണ്ടും വിൻമിൽസിനിടയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹീറോ ഒക്കെ പോകുന്ന ആ ഒരു ഹെലികോപ്റ്ററിലേക്ക് പിന്നാലെ വരുന്ന ഹെലികോപ്റ്ററിനെ ഷൂട്ട് ചെയ്യാൻ ഒരു അവസരം കൊടുക്കരുത്. അവർക്ക് ഡയറക്റ്റ് ടാർഗറ്റ് കിട്ടാൻ പാടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് മുട പിടിച്ച വഴിയിലൂടെ പോകേണ്ടി വരുന്നത്. ഇതൊന്നും വകവെക്കാതെ പിന്നാലെ വരുന്ന കോപ്റ്ററിൽ നിന്നും വില്ലന്റെ ആളുകൾ തുടർച്ചയായിട്ട് മിസൈൽസ് അയക്കുന്നുണ്ട്. ഹീറോയുടെ ഒക്കെ കോപ്റ്റർ കൺട്രോൾ ചെയ്യുന്ന ഡെക്ലാൻ പുള്ളിക്കാരൻ അസാധ്യമായിട്ട് കോപ്റ്റർ കൺട്രോൾ ചെയ്യും. അങ്ങേരെ ഒരുത്തിനുള്ളത് കൊണ്ട് മാത്രം ഇവരെല്ലാം ജീവനോടെ അവിടുന്ന് ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ മുന്നോട്ട് പോകുന്നു. ഈ ഒരു ചേസിനിടെ നമ്മുടെ ഷെൻ ഹെലികോപ്റ്ററിൽ നിന്ന് തെറിച്ചു പോകുന്നുണ്ട്. ഒരു വിധത്തിൽ പുള്ളിക്കാരി അതിന്റെ ഒരു സൈഡിൽ കയറി പിടിച്ച് അങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. ഹീറോ ആവട്ടെ ലിൻസിയുടെ തലയിൽ അവർ വെച്ചിട്ടുള്ള ആ ഒരു ചിപ്പ് അതെങ്ങനെയെങ്കിലും ഇനാക്റ്റീവ് ആക്കാനായിട്ട് ശ്രമിക്കുന്നു. കൂടുതൽ കറണ്ട് അവളുടെ ശരീരത്തിലേക്ക് കയറ്റി വിട്ട് കഴിഞ്ഞാൽ ആ ഒരു ചിപ്പ് മേ ബി ഇനാക്റ്റീവ് ആയേക്കാം. അതേസമയം തന്നെ അത് അവളുടെ ജീവനാപത്തുമാണ്. പക്ഷേ ഇപ്പോൾ ഇതല്ലാതെ അവന്റെ മുന്നിൽ വേറെ വഴിയില്ല. ഏത് നിമിഷവും അവളുടെ തലയിലുള്ള ചിപ്പ് ആക്ടിവേറ്റ് ആകാം. അതെങ്ങാനും ആക്ടിവേറ്റ് ആയാൽ അവൾ മരിച്ചു പോകും. സോ അവളെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അത് അവളുടെ ജീവൻ റിസ്കിലാക്കി അവളുടെ ശരീരത്തിലേക്ക് ഭയങ്കരമായിട്ട് കറണ്ട് കയറ്റി വിട്ട് ആ ചിപ്പ് ഇനാക്റ്റീവ് ആക്കുക, അല്ലെങ്കിൽ ആ ചിപ്പ് നശിപ്പിച്ച് കളയുക എന്നുള്ളത് മാത്രമാണ്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മുടെ ഡെക്ലാൻ രണ്ടും കൽപ്പിച്ചൊരു പണി ചെയ്യും. പുള്ളിക്കാരൻ ഒരു വിൻമില്ലിന്റെ അതിന്റെ ചിറകുകൾക്കിടയിലൂടെ ഹെലികോപ്റ്റർ പാസ് ചെയ്യും. ഇവരെ ഫോളോ ചെയ്ത് ഇവരുടെ പുറകെ വരുന്ന മണ്ടന്മാർ ഇത് ശ്രദ്ധിക്കാതെ നേരെ കൊണ്ടുവന്നൊരു ഗേറ്റ് കയറ്റും. വിൻമിൽ വന്ന് ഹെലികോപ്റ്ററിൽ അടിച്ച് വലിയൊരു പൊട്ടിത്തെറി ഭൂം. അങ്ങനെ ആ
ആ കോപ്റ്ററിൽ ഫോളോ ചെയ്ത് വന്നവർ ഇന്ന് ഹീറോ ഒക്കെ രക്ഷപ്പെട്ടു. എന്നാൽ പോലും നമ്മുടെ ഹീറോയ്ക്ക് ലിൻസിയെ രക്ഷിക്കാൻ സാധിക്കുന്നില്ല. അവളുടെ തലയിലുള്ള ചിപ്പ് അപ്പോഴേക്കും ആക്ടിവേറ്റ് ആയി അവൾ മരിച്ചു എന്ന് തോന്നിപ്പിക്കുന്ന ആ ഒരു സെക്കൻഡ് പോലും നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയും, കമോൺ അവളുടെ ശരീരത്തോടെ കറണ്ട് കയറ്റിവിട്, അവളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് ശ്രമിക്കുക. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല. ചിപ്പ് ബ്ലാസ്റ്റ് ആയത് അവളുടെ ബ്രെയിനിലേക്കാണ്. ഡയറക്റ്റ് ഡെത്ത്. ഇനി എന്ത് ചെയ്താലും അവളെ രക്ഷിക്കാൻ പറ്റില്ല. വളരെയധികം വിഷമത്തോടെ ഈതൻ ലിൻസിയുടെ ബോഡി അവന്റെ കയ്യിലെടുത്ത് അവളെ അങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇതിനിടെ ഹെലികോപ്റ്ററിന്റെ ഒരു സൈഡിൽ തൂങ്ങിക്കിടന്ന ഷെന്നിനെ നമ്മുടെ ലൂതർ രക്ഷിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും വളരെയധികം വിഷമത്തോടെയാണ് ഹീറോ തിരികെ അവന്റെ വീട്ടിൽ ചെല്ലുന്നത്. അവനങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് കാണുന്ന ജൂലിയ അവന്റെ അടുത്ത് വന്ന് അവനെ കെട്ടിപ്പിടിച്ച് അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്താ പറ്റിയ, എന്തുകൊണ്ടാണ് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതെന്നൊന്നും ചോദിച്ച് അവൾ അവനെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അവനെ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് ജൂലിയയ്ക്കുണ്ട്. ഇതൊക്കെ ആയിരിക്കണം നമ്മുടെ ഈതൻ അവളിൽ കണ്ട ക്വാളിറ്റി. അതുകൊണ്ടായിരിക്കണം അവളുമായിട്ടുള്ള വിവാഹത്തിനും ഈതൻ തയ്യാറായത്. ദെൻ അതെല്ലാം ശേഷം IMFന്റെ തലപ്പത്തിരിക്കുന്ന കുറച്ച് ആളുകളും നമ്മുടെ ഹീറോയെ ഈ മിഷൻ ഏൽപ്പിച്ച ഏജന്റ് ജോണും പിന്നെ ബാക്കി കുറെ ഏജന്റ്സും ഇവരെല്ലാം ഒരു വിശദീകരണ യോഗം പോലെ ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ്. നമ്മുടെ ഈതനായിരുന്നല്ലോ ലിൻസിയെ ട്രെയിൻ ചെയ്തിരുന്നത്. അവളെ ട്രെയിൻ ചെയ്ത് അവളുടെ ട്രെയിനിങ് ഒക്കെ കംപ്ലീറ്റ് ആക്കി അവളെ പറ്റിയുള്ള റിപ്പോർട്ടിനകത്ത് ഈതൻ എഴുതി കൊടുത്തിരുന്നത് എന്തിനും കേപ്പബിൾ ആയിട്ടുള്ള നല്ല കഴിവുള്ള ഒരാളാണ് ലിൻസി എന്നാണ്. അതായത് IMFലെ ടോപ്പ് ഏജൻസിൽ ഒരാളാണ് ലിൻസി എന്ന രീതിയിലായിരുന്നു ഹീറോ അന്ന് എഴുതി കൊടുത്തിരുന്നത്. എന്നാൽ ഇപ്പൊ സംഭവിച്ചതോ, അവളൊരു മിഷന് പോയി. ആ മിഷനിൽ അവൾ ആരെയാണോ നിരീക്ഷിക്കാൻ പോയത് അയാളുടെ ആളുകളുടെ പിടിയിലായി അവൾ മരിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടായി. ഇതിന്റെ റിപ്പോർട്ട് പ്രകാരം അത്ര ഇന്റലിജന്റും കഴിവുള്ളതുമായിട്ടൊരു ഏജന്റാണ് അവളെന്നുണ്ടെങ്കിൽ അവൾ എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെട്ടേനെ. എന്നാൽ ഇവിടെ സംഭവിച്ചത് നേരെ തിരിച്ചു. ഇതിന്റെ റിപ്പോർട്ടിൽ പറയുന്ന പോലെ ലിൻസി അത്ര കേപ്പബിൾ ആയിട്ടുള്ള ഏജന്റ് അല്ല. അവളെ കൊണ്ട് ഈ ഒരു മിഷൻ പോലും പ്രോപ്പറായിട്ട് ചെയ്യാൻ സാധിച്ചില്ല. എന്തിനേറെ അവളുടെ മരണത്തിന് ഉത്തരവാദിത്വം നമ്മുടെ ഈതൻ ഹണ്ടിനും ഉണ്ടെന്ന് പറയുകയാണ് IMF ഹെഡ് ആയിട്ടുള്ള തിയോഡോർ ബ്രസേൽ. മിസ്റ്റർ ഈതൻ ഹണ്ട്, എന്ത് അടിസ്ഥാനത്തിന്റെ പേരിലാണ് നിങ്ങൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത്? ലിൻസി ഈ ഒരു മിഷൻ അപ്രോച്ച് ചെയ്ത രീതിയെ തെറ്റാണ്. നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഈ റിപ്പോർട്ടിൽ പറയുന്ന പോലെ അവൾ അത്ര ടാലന്റഡ് ആണെന്നൊന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല. എന്നിട്ട് അവൾ പിടിക്കപ്പെട്ടപ്പോൾ നീ അവളെ രക്ഷിക്കാൻ പോയി. എന്നിട്ട് എന്ത് സംഭവിച്ചു? അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് പേരെ നിങ്ങൾ കൊന്നു. ഒരാളെങ്കിലും ജീവനോടെ പിടിച്ചോ? എന്തെങ്കിലും തെളിവ് ബാക്കിയുണ്ടോ? ഐ എം സോറി സാർ, എന്നെ ഏൽപ്പിച്ച മിഷൻ ലിൻസിയെ രക്ഷിക്കാനായിരുന്നു. പിന്നെ അവിടെയുള്ള ആളുകൾ അവനൊക്കെ പൈസയ്ക്ക് വേണ്ടി പണിയെടുക്കാൻ വന്നതാണ്. ഡേവിയനെ പറ്റി ഒരു ഇൻഫർമേഷനും അവരിന്ന് കിട്ടത്തില്ല. നോ മോർ എക്സ്പ്ലനേഷൻസ്. നിങ്ങൾ ചെയ്തതെല്ലാം റോങ് ആയിട്ടുള്ള തീരുമാനമാണ്. ഒരു പക്ഷേ ലിൻസിയുടെ തലയിലുണ്ടായിരുന്ന ആ ഒരു സ്ഫോടക വസ്തു നിങ്ങൾ എല്ലാവരെയും കൊന്നിരുന്നെങ്കിലോ, അതിൽ നിന്ന് വലിയൊരു എക്സ്പ്ലോഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ചിന്തിക്കാതെ അവളെ ഹെലികോപ്റ്ററിൽ കയറ്റിയതേ മണ്ടത്തരമാണ്. ഇത്രയൊക്കെ റിസ്ക് എടുത്ത് നീയൊക്കെ ഈ മിഷൻ ചെയ്തു, എന്നിട്ട് ഒരു ഉപയോഗം ഉണ്ടായോ? എന്തെങ്കിലും ഒരു തെളിവ് കണ്ടെത്താൻ നിന്നെ കൊണ്ടൊക്കെ സാധിച്ചോ? അങ്ങനെ ജോൺ മറുപടിയായി, സർ ഞങ്ങൾ അവിടുന്ന് 2 ലാപ്ടോപ്സ് കണ്ടെത്തിയിട്ടുണ്ട്. ഓ, അതിന്റെ കാര്യമൊന്നും പറയണ്ട. എക്സ്പ്ലോഷനിൽ നശിച്ചങ്ങ് അറ്റാൻ പറ്റിയ 2 ലാപ്ടോപ്സ്. അതിൽ നിന്ന് ഒരു ഇൻഫർമേഷനും ഇനി നമുക്ക് റീകളക്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അതായത് ചുരുക്കം പറഞ്ഞാൽ നിങ്ങളുടെ ഈ മിഷൻ ഒരു വട്ടപൂജ്യമാണ്. ഒന്നിനും വേണ്ടിയല്ലാത്ത വെറുതെ ഒരു മിഷൻ. IMF ഹെഡ് തിയോഡോർ ബ്രാസൽ തുടർച്ചയായിട്ട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈതൻ ഹണ്ടിനെയൊക്കെ ഈ മിഷൻ ഏൽപ്പിച്ച ഏജന്റ് ജോണില്ലേ, പുള്ളിക്കാരൻ, സർ പ്ലീസ്, ഞാനാണ് ഈ മിഷന്റെ ഹെഡ്, എനിക്കാണ് ഇവിടെ തീരുമാനിക്കാനുള്ള അധികാരം. എക്സ്ക്യൂസ് മീ മിസ്റ്റർ ജോൺ, താങ്കൾ എന്നെ അധികാരം പഠിപ്പിക്കുകയാണോ? നിങ്ങളുടെ അച്ഛൻ പ്രസിഡന്റിന്റെ അടുത്ത ആളെന്ന് കരുതി ഇവിടെ കയറി ഞെളിയാൻ വരണ്ട. ഇത് ഇന്റലിജൻസ് ആണ്. ഇവിടെ തീരുമാനം എടുക്കുന്നത് ഞാനാണ്. ഒന്നും വേണ്ട. അറ്റ്ലീസ്റ്റ് ഈ മിഷന് പോകുന്നതിന് മുമ്പ് ഓവൻ ഡേവിയൻ ആരാണെന്നെങ്കിലും നീയൊക്കെ തിരക്കിയിരുന്നോ? അറ്റ്ലീസ്റ്റ് ഇവൻ ചെയ്തിട്ടുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് എന്താണെന്നെങ്കിലും അറിയുമോ? പാകിസ്ഥാനിൽ നിന്നും കൊറിയയിലേക്ക് ഗ്യാസ് സെൻട്രിഫ്യൂജ് സിസ്റ്റം ട്രാൻസ്ഫർ ചെയ്തത് ഇവനാണ്. അർമഹാദ് ടെററിസ്റ്റുകൾക്ക് ടോക്സിൻ 5 എത്തിച്ചു കൊടുത്തതും ഇവനാണ്. ഇങ്ങനെയൊക്കെയുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് എല്ലാ സിസ്റ്റങ്ങളെയും മറികടന്ന് അവന് ചെയ്യാൻ പറ്റുന്നു. ഇപ്പൊ നീയൊക്കെ കൂടെ പരാജയപ്പെട്ടതോടെ ആരെ കൊണ്ട് അവനെ പിടിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായി കാണും അവന്. സാർ, നിങ്ങൾ പറയുന്നതെല്ലാം കറക്റ്റ് അല്ല. ഈ ടോക്സിൻ 5 മോഷ്ടിച്ചത് അവനാണെന്നുള്ളതിന് തെളിവൊന്നുമില്ല. മിസ്റ്റർ ജോൺ, ഞാൻ ഇവിടെ വന്നത് മുതൽ ഇവനെ പിടിക്കാനുള്ള സകല ശ്രമങ്ങളെ ഞാൻ നടത്തുന്നുണ്ട്. ഇതെല്ലാം എന്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ്. എങ്ങനെയെങ്കിലും അവനെ പിടിക്കാമെന്ന് വിചാരിച്ച് അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീയൊക്കെ ഇടയിൽ കയറി മറ്റൊരു മിഷൻ നടത്തി. അതുകൊണ്ട് ഇപ്പൊ എന്താ, ഒരേ ഒരു ഗുണമുണ്ടായി. അവനൊരു കോൺഫിഡൻസ് കിട്ടി. ഒരു കാലത്തും നിനക്കൊന്നും അവനെ തൊടാൻ പറ്റത്തില്ല. നീയൊക്കെ ഏത് രീതിയിലായിരിക്കും അറ്റാക്ക് ചെയ്യുന്നതെന്ന് അവന് വ്യക്തമായി മനസ്സിലായി. ഒരു തരത്തിൽ ഈ പുള്ളിക്കാരൻ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്. അതുകൊണ്ട് വാടച്ച് മിണ്ടാതിരിക്കാം, അതേ പറ്റുള്ളൂ. ദെൻ അതിനുശേഷം ലിൻസിയുടെ ഫ്യൂണറലിൽ നമ്മുടെ ഹീറോ പങ്കെടുക്കുന്നു. ശരിക്കും ലിൻസി ഭയങ്കര ടാലന്റഡ് ആയിരുന്നു. നമ്മുടെ ഹീറോ ട്രെയിൻ ചെയ്യിപ്പിച്ചവരിൽ വെച്ച് ഏറ്റവും മിടുക്കിയായ സ്ത്രീ. ഫീൽഡ് ഓപ്പറേഷൻസ് ചെയ്യാനുള്ള അവളുടെ ആ ഒരു ഇന്റലിജൻസും അവളുടെ കഴിവും സാമർത്ഥ്യവും ഒക്കെ മനസ്സിലാക്കിയാണ് നമ്മുടെ ഹീറോ ഫീൽഡ് ഓപ്പറേഷൻസിന് വേണ്ടി ആദ്യമായിട്ട് ഇവളെ സജസ്റ്റ് ചെയ്യുന്നത്. ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എങ്ങനെ പിടിക്കപ്പെട്ടു? ഇനി ഒരു പക്ഷേ അവളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതാണോ? അതല്ലെങ്കിൽ ഇവർ ചിന്തിക്കുന്നതിന് അപ്പുറമായിരിക്കും ഓവൻ ഡേവിയൻ. ലിൻസിയുടെ ഫ്യൂണറൽ കഴിഞ്ഞ് നമ്മുടെ ഹീറോ തിരികെ പോകാൻ തുടങ്ങുമ്പോൾ അവൻ്റെ ഒരു കോൾ വരുന്നു. ഒരു പോസ്റ്റ് ഉണ്ട് അത്രേ. അത് അയച്ചിട്ടുള്ളത് ലിൻസിയാണ്. ഇപ്പോൾ ഫ്യൂണറൽ കഴിഞ്ഞ മരിച്ചുപോയ ലിൻസി അവൾ ജീവനോട് ഇരുന്ന സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് വേണ്ടി അയച്ചതാണ്. ആക്ച്വലി ലിൻസി ബെർലിനിൽ ഉണ്ടായിരുന്ന സമയത്താണ് അവൾ ആ പോസ്റ്റ് അയക്കുന്നത്. അതുകൊണ്ടാണ് പോസ്റ്റ് എത്താൻ ഇത്ര താമസിച്ചത്. അതേ തുടർന്ന് നമ്മുടെ ഹീറോ അവിടെ ചെന്ന പോസ്റ്റ് വാങ്ങി നോക്കുമ്പോഴാവട്ടെ അത് ബെർലിൻ നഗരത്തിന്റെ ഒരു ഫോട്ടോ മാത്രമാണ്. ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രം. അല്ല, ഇതെന്തിനാണ് ലിൻസി തനിക്ക് അയച്ചത്? എന്നാൽ അത് തിരിച്ചു നോക്കുമ്പോൾ അതിന്റെ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ടുണ്ട്. സ്റ്റാമ്പിന്റെ അടിയിലായിട്ട് ഒരു ചെറിയ മൈക്രോ ഡോട്ട് വെച്ചിട്ടുണ്ട്. സോ ലിൻസിക്ക് നമ്മുടെ ഹീറോയോട് പറയാനുള്ള കാര്യം ആ ഒരു മൈക്രോ ഡോട്ടിലുണ്ട്. ഹീറോ അതുകൊണ്ട് ലൂതറിന്റെ അടുത്ത് നിന്ന് ആ ഒരു മൈക്രോ ഡോട്ട് പരിശോധിക്കുമ്പോഴാവട്ടെ അത് എംപ്റ്റി ആണ്. അതിലൊന്നുമില്ല. നോ, അങ്ങനെ വരെ ഒരു വഴിയില്ല. ഒന്നുമില്ലാത്തൊരു മൈക്രോ ഡോട്ട് അവൾ എന്തിന് എനിക്ക് അയക്കണം? മേ ബി ഇതിലുള്ള ഇൻഫർമേഷൻ എൻക്രിപ്റ്റഡ് ആണെങ്കിലോ? അങ്ങനെ ഒന്നും ഇതിലില്ല. ഇതിൽ യാതൊരു എൻക്രിപ്റ്റഡ് ഇൻഫർമേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നോ ലൂതർ, ഒരു പക്ഷേ ലിൻസി ഓൾഡ് മെത്തേഡ്സ് യൂസ് ചെയ്തായിരിക്കും ഇതിൽ ഇൻഫർമേഷൻ എൻക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. ലൈക്ക് ഈ മാഗ്നറ്റിക് എൻക്രിപ്ഷൻ പോലെ അങ്ങനെയുള്ള മെത്തേഡ്സ് എന്തെങ്കിലും യൂസ് ചെയ്തതിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ യെസ് അങ്ങനെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഡീകോഡ് ചെയ്യാൻ അറിയുന്ന ഒരാളെ എനിക്കറിയാം. ആക്ച്വലി നമ്മുടെ ഹീറോയും ലിൻസിയും തമ്മിൽ നേരത്തെ ഇഷ്ടത്തിലായിരുന്നു. ഹീറോയും ജൂലിയും തമ്മിൽ ഇഷ്ടത്തിലാവുന്നതിന് മുമ്പ്. അങ്ങനെ ഒരു ഇമോഷൻ കൂടെ നമ്മുടെ ഈതൻ ഈ ഒരു കേസിലുണ്ട്. സോ ആരാണോ ലിൻസിയുടെ മരണത്തിന് കാരണമായത്, അതായത് ആ ഒരു ഡേവിയൻ, അവനെ എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ള വാശിയിലാണ് ഈതൻ. അതിനുശേഷം നമ്മുടെ ഈതനും ലൂതറും ബെഞ്ചി എന്നൊരാളുടെ അടുത്ത് ചെല്ലുന്നു. ഇങ്ങേരും ഒരു ഏജന്റാണ്.
നേരത്തെ ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു സ്ഫോടനത്തിൽ നശിച്ചൊരു പരുവമായ 2 ലാപ്പുകൾ. ആ ലാപ്പിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഇൻഫോർമേഷൻ അവൻ ഇപ്പോൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ലാപ്പുകളിൽ നിന്ന് ഒരു ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് IMF ഹെഡ് തിയോഡോർ ബ്രാസലൊക്കെ പറയുന്നുണ്ടായിരുന്നെങ്കിലും ബെഞ്ചി പുള്ളിക്കാരന്റെ ഇന്റലിജൻസ് ഒക്കെ വെച്ച് അവനെ കൊണ്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഇൻഫോർമേഷൻ ഒക്കെ കളക്ട് ചെയ്ത് കുറച്ച് മെയിൽസ്, അതായത് ഇമെയിൽസ് ആ സിസ്റ്റം യൂസ് ചെയ്ത് അയച്ചിട്ടുള്ള ആ സിസ്റ്റത്തിലേക്ക് റിസീവ് ആയിട്ടുള്ള ഇമെയിൽസ് ഒക്കെ കളക്ട് ചെയ്തെടുക്കുന്നു. ആ ഒരു മെയിൽസ് പ്രകാരം ഈ ഓവൻ ഡേവിൻ, ഇവർ തേടി നടക്കുന്ന ഈ ഓവൻ ഡേവിൻ എന്ന വ്യക്തി അടുത്ത് തന്നെ വത്തിക്കാൻ സിറ്റിയിലേക്ക്, അതായത് റോമിലേക്ക് പോകുന്നുണ്ടെന്നും $850 മില്യൺ വിലപിടിപ്പുള്ള റാബിറ്റ്സ് ഫുഡ് എന്നൊരു ഐറ്റത്തിന് വേണ്ടിയാണ് അങ്ങനെ അങ്ങോട്ട് പോകുന്നതും എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കുറെ ഇൻഫോർമേഷൻ ഉണ്ട്. അതായത് ഇന്ത്യൻ മണിയിൽ ഏകദേശം 6000 കോടി രൂപ, അത്രയും വിലപിടിപ്പുള്ള എന്തോ ഒരു സാധനമാണ് ഈ റാബിറ്റ്സ് ഫുഡ്. 6000 crores എന്തായാലേ ഈ സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷന്റെ ഇരട്ടി വരും. സ്വാഭാവികമായിട്ടും എന്താണ് റാബിറ്റ്സ് ഫുഡ് എന്നൊരു ഡൗട്ട് ഇവർക്ക് തോന്നി. ഇത്രത്തോളം വിലപിടിപ്പുള്ള എന്തായിരിക്കും അത്? വെപ്പൺസ് ആയിരിക്കുമോ, ഡ്രഗ്സ് ആയിരിക്കുമോ, അതോ മറ്റെന്തെങ്കിലും ആയിരിക്കുമോ? എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ലോകരാജ്യങ്ങൾക്ക് അത് അത്ര നല്ലതായിരിക്കത്തില്ല. ഇവന്മാരുടെ ഈ ട്രാൻസാക്ഷൻ നടന്നാൽ മേ ബി ഏതെങ്കിലും ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ ഒരുപാട് രാജ്യങ്ങൾക്ക് പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓർ ഈവൻ മുഴുവൻ സിസ്റ്റത്തെയും അവരുടെ കൺട്രോളിലാക്കാനായിരിക്കും ഓവൻ ഡേവിൻ ഒക്കെ ശ്രമിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഓവൻ ഡേവിന്റെ ഒക്കെ പ്ലാൻ നടക്കാൻ പാടില്ല, റാബിറ്റ്സ് ഫുഡിന്റെ ട്രാൻസാക്ഷൻ നടക്കാൻ പാടില്ല. ഇങ്ങനെ ഇപ്പോൾ കിട്ടിയ ഇൻഫർമേഷനെ പറ്റി വളരെ സീരിയസ് ആയിട്ടും വളരെ സീക്രട്ട് ആയിട്ടും നമ്മുടെ ഹീറോയും ലൂതറും ബെഞ്ചിയും ഒക്കെ സംസാരിച്ചോണ്ടിരിക്കും. ബെഞ്ചി, ഗൈസ് ആക്ച്വലി ഞാൻ എൻ്റെ ഓക്സ്ഫോർഡിലുള്ള ഒരു പ്രൊഫസറുമായിട്ട് ഈ വിഷയത്തെ പറ്റി സംസാരിച്ചായിരുന്നേ. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആളാണ്. പുള്ളിക്കാരുടെ പേര് വിക്ഹാം. പേര് പോലെ തന്നെ അവനും വികസിച്ചിരിക്കുകയാണ്. ഞങ്ങളൊക്കെ അവനെ തടിയെന്നാണ് വിളിച്ചിരുന്നത്. അയ്യോ, പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയെന്നു. അല്ല, ഇതൊക്കെ ഞാൻ എന്തിനാ നിങ്ങളോട് പറയുന്നേ? അതൊക്കെ പോട്ടെ. ഈ തടിയെ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത് ബയോമോളിക്കുലർ കൈനറ്റിക്സും സെല്ലുലർ ഡൈനാമിക്സുമാണ്. പേര് കേട്ടപ്പോൾ തന്നെ കിളി പോയല്ലേ? ഞങ്ങളുടെ എല്ലാവരുടെ അവസ്ഥ ഇതായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ ക്ലാസ്സിൽ വെച്ച് പറഞ്ഞൊരു കഥയുണ്ട്. അതായത് ടെക്നോളജിയുടെ വളർച്ച ലോകത്തെ നശിപ്പിക്കാൻ കാരണമാകുന്നൊക്കെ പറഞ്ഞ് പുള്ളി ഞങ്ങളെ കുറേ പേടിപ്പിച്ചിരുന്നു. സയൻസിന്റെ എല്ലാ മേഖലയിലും നമ്മളിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അത് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കും. ഒരുപക്ഷെ ഈ വളർച്ചയ്ക്കിടയിൽ എപ്പോഴെങ്കിലും ഒരു ആന്റികോഡ് കണ്ടെത്താൻ നമ്മളെ കൊണ്ട് സാധിച്ചെങ്കിലോ എന്ന് തടിയൻ കരുതിയിരുന്നു. മനസ്സിലായില്ല? ആക്ച്വലി ആന്റികോഡ് എന്ന് പറയുന്നത് പുള്ളിക്കാരൻ തന്നെ ഇട്ടൊരു പേരാണ്. അതായത് ഈ ലോകത്തെ തന്നെ നശിപ്പിക്കാൻ കേപ്പബിലിറ്റി ഉള്ള എന്തെങ്കിലും ഒന്ന്. ഇപ്പോൾ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ഇത്രയും വില കൊടുത്ത് ഇങ്ങനെ ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ മേ ബി അതൊരു ആന്റികോഡ് ആയിക്കൂടെ? എന്തോ എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നി. മേ ബി ഇത് എന്റെ മാത്രം തോന്നലായിരിക്കാം. ബെഞ്ചി ഇങ്ങനെ അവന് തോന്നിയിട്ടുള്ള, അവൻ കേട്ടറിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഈതനും ഇവൻ പറയുന്നതിന് അതൊരു പോയിന്റ്. ഇത്രയും വില കൊടുത്തിട്ട് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ഒരു റാബിറ്റ്സ് ഫുഡിന് വേണ്ടി നിൽക്കണമെന്നുണ്ടെങ്കിൽ അതെന്തോ അത് വളരെ മാരകമായിട്ടുള്ള ഒരു സംഭവമാണ്. ഏയ്, നീ ഈ കാര്യം ജോണിനോട് പറഞ്ഞോ? ഏയ്, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇപ്പൊ നിങ്ങളോടാണ് ഇതിനെപ്പറ്റി ആദ്യമായിട്ട് സംസാരിക്കുന്നത്. നന്നായി, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഈ കാര്യം നീ ആരോടും ഇനി ഷെയർ ചെയ്യരുത്. വൈ ഇതൻ വൈ? എന്തുകൊണ്ടാണ് ജോണിനോട് ഇതൊന്നും പറയേണ്ടെന്ന് പറയുന്നത്? കാരണം കഴിഞ്ഞ തവണ മിഷന് പോയി ഫെയിലായി തിരിച്ചു വന്നപ്പോൾ, അതായത് നമ്മുടെ ലിൻസി മരിച്ച് ഇവർക്ക് ലിൻസിയുടെ ഡെഡ് ബോഡിയാണല്ലോ ഇവിടെ എത്തിക്കാൻ സാധിച്ചത്, അതൊരു ഫെയിലിയർ ആണല്ലോ. അന്നേരം IMF ഹെഡ് തിയോഡോർ ബ്രസൽ, ആ പുള്ളിക്കാരൻ പറഞ്ഞതൊന്നും ഇതൻ മറന്നിട്ടില്ല. ഇനിയിപ്പോൾ ഇവർ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്ന മിഷൻ എന്തെങ്കിലും പാളിച്ച പറ്റിയാൽ അതിന്റെ പണി ജോണിനോട് വാങ്ങി കൊടുക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഹീറോ ഇങ്ങനെ പറയുന്നത്. ലിൻസിയുടെ മരണത്തോടെ ഇതിന് ഈ ഒരു മിഷൻ പേഴ്സണൽ ആയിട്ട് എടുത്തു. സോ അതുകൊണ്ട് ഇത് തന്റെ ഉത്തരവാദിത്തമാണ്. ജോണിനെ പോലെ തന്റെ കൂടെ തന്നെയുള്ള ഒരു ഏജന്റിനെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്ന മിഷനിൽ താനും തന്റെ ടീം മെമ്പേഴ്സും മാത്രം മതി. അതിന്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും തനിക്കായിരിക്കും. മറ്റാർക്കും ഇതിൽ യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഉണ്ടായിരിക്കത്തില്ല എന്ന് നമ്മുടെ ഹീറോ തീരുമാനിക്കുന്നു. അങ്ങനെ ഇപ്പോൾ മിഷന് പോകാന്നൊക്കെ നമ്മുടെ ഈതൻ തീരുമാനിച്ചു. പക്ഷെ അവൻ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ പറ്റത്തില്ലല്ലോ. ഈ കാര്യം ജൂലിയോട് പറയണം. അവൾ ഹോസ്പിറ്റലിൽ ഒരു നേഴ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ചെന്ന് അവളോട് ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കുന്നു. ആക്ച്വലി എനിക്കൊരു ബിസിനസ് ട്രിപ്പ് ഉണ്ട്, 2 ദിവസം ഞാൻ മറ്റൊരിടത്തായിരിക്കും എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഈതൻ, ശരിക്കും എന്താ പ്രശ്നം? നിങ്ങൾ ഇത് എങ്ങോട്ടാ പോകുന്നത്? ഇത്രയും നാളും ഒരിക്കൽ പോലും ജൂലിയെ ഇങ്ങനെയൊന്നും ഈതനോട് ചോദിച്ചിട്ടില്ല. ഇപ്പോൾ ഇവർ ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുമ്പോൾ കല്യാണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ 2 ദിവസത്തേക്ക് ബിസിനസ് ട്രിപ്പിന് വേണ്ടി മറ്റൊരിടത്ത് പോകണം എന്നൊക്കെ പറഞ്ഞ് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് അവൾക്ക് സംശയം തോന്നും. ഈ ഒരു സാഹചര്യത്തിൽ ഏത് പെണ്ണായാലും എങ്ങോട്ടാ പോകുന്നത്, എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചു പോകും. ജൂലിയ, നിനക്കറിയാലോ, എനിക്ക് നിന്നോടൊന്നും തുറന്നു പറയാൻ പറ്റില്ല. നീ എന്നെ വിശ്വസിക്കുന്നുണ്ടോ? ഈതൻ, എനിക്ക് നിന്നെ വിശ്വാസമാണ്. പക്ഷെ എന്തെങ്കിലും ഒരിക്കലും എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമോ? നോ, ഒരിക്കലും പറ്റില്ല. ഐ ആം റിയലി സോറി ജൂലിയ. എനിക്കിപ്പോൾ ഇതിനോട് ഒരേ ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെടാനുള്ളൂ. നീ എന്നെ വിശ്വസിക്കണം. ഇതെല്ലാം കേൾക്കുന്ന ജൂലിയയ്ക്ക് കണ്ണു നിറഞ്ഞു. ഇതിന് ഈ ഒരു നിമിഷം പോലും സത്യമാണെന്ന് എന്നെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ അവൾ പറയുമ്പോൾ ഇതിന് അവളെ വിളിച്ചുകൊണ്ട് പോയിട്ട് പെട്ടെന്നൊരു പ്രീസിനെ അറേഞ്ച് ചെയ്ത് അവരുടെ കല്യാണം ആ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ അങ്ങ് നടത്തുന്നു. ആകെ പോകെ അവിടെ 4 പേരുണ്ട്. ഈതൻ, ജൂലിയ, പ്രീസ്റ്റ്, പിന്നെ ഒരു നേഴ്സ്. മോതിരം മാറാൻ വേണ്ടി മോതിരം എവിടെയും ചോദിക്കുമ്പോൾ അയ്യോ മോതിരം മേടിക്കാൻ മറന്നുപോയി. ശരി, നിങ്ങൾ 2 ആൾക്കും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവാൻ ഓക്കെ അല്ലേ? 2 പേരും അതിന്റെ സമ്മതം പറയാൻ പറഞ്ഞ് അങ്ങനെ അവരുടെ കല്യാണം കഴിഞ്ഞു. ദെൻ അവരുടെ ഫസ്റ്റ് നൈറ്റ്. അതിനുശേഷം അടുത്ത ദിവസം നമ്മുടെ ഈതൻ അവന്റെ ടീമിനെയൊക്കെ വിളിച്ചു കൂട്ടി അവരുടെ പ്ലാനിനെ പറ്റി പറയുന്നു. റോമിൽ പോയി ഓവൻ ഡേവിനെ പിടിച്ചുകൊണ്ട് വരണം. ഈതൻ, നീ പറയുന്ന പോലെ കാര്യങ്ങൾ അത്ര സിമ്പിൾ അല്ല. 109 ഏക്കറിൽ പരന്നു കിടക്കുന്ന വലിയൊരു സിറ്റി, അതാണ് വത്തിക്കാൻ സിറ്റി. 60 അടി ഉയരമുള്ള കൂറ്റൻ മതിലുകൾ, 24 hours തുടർച്ചയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 200ഓളം ക്യാമറകൾ. ഇതൊക്കെ മറികടന്ന് നമ്മൾ എങ്ങനെ അകത്ത് കിടക്കുമെന്നാണ് പറയുന്നത്. ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമല്ലേ ലൂതർ? എന്തായാലും നമ്മുടെ പണി ഇതായി പോയില്ലേ, ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്ത് സിമ്പിൾ ആയിട്ടാ പറയുന്നത്. ആക്ച്വലി എന്താ നിങ്ങളുടെ പ്ലാൻ? എങ്ങനെ നമ്മൾ വത്തിക്കാൻ സിറ്റിക്ക് ഉള്ളിൽ കിടക്കും? ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ദേ ഈ റോഡ് കണ്ടോ, ഇത് വത്തിക്കാൻ സിറ്റിയുടെ മതില്. റോഡിനോട് ചേർന്ന് തന്നെയാണ് മതില്. നമുക്ക് ഒരേ ഒരു ട്രക്കും ഒരു 30 സെക്കൻഡ് കിട്ടിയാൽ മതി. ഈ മതിൽ നമുക്ക് ചാടി കിടക്കാം. അങ്ങനെ തൊട്ടടുത്ത ദിവസം, അതായത് ഓവൻ ഡേവിൻ റോമിൽ വരുന്ന ദിവസം, നമ്മുടെ ഹീറോ ഈതനും ഡെക്ലാനും കൂടെ DHLന്റെ ഒരു വാഹനമൊക്കെ എടുത്തിട്ട് അവർ പ്ലാൻ ചെയ്ത പോലെ മതിലും റോഡും ക്ലോസ് ആയിട്ട് ഒരു അവിടെ ചെന്ന് അവിടെ ഒരു ട്രാഫിക് ജാം ക്രിയേറ്റ് ചെയ്യുന്നു. ജനങ്ങളുടെ ഒക്കെ ശ്രദ്ധ അങ്ങോട്ടായി. ആ ഒരു ഗ്യാപ്പിൽ അവിടുന്ന് മാറുന്ന
നടന്ന നമ്മുടെ ഹീറോ മതിലിന്റെ ഒരു സൈഡിൽ ഘടിപ്പിച്ചിരിക്കുന്ന ക്യാമറകളിലൊന്ന് പ്രവർത്തനരഹിതമാക്കി മതിലിലേക്ക് കേബിൾ കണക്ട് ചെയ്ത് ഓടി അതിന്റെ മുകളിൽ കയറി. എന്നിട്ട് ഇതിനിപ്പോൾ പ്രവർത്തനരഹിതമാക്കി ആ ഒരു ക്യാമറയുടെ അവിടെ ഒരു ഫേക്ക് വിഷ്വൽ ക്രിയേറ്റ് ചെയ്ത് ആ ക്യാമറ വീണ്ടും പഴയ പോലെ പ്രവർത്തിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാക്കി. സെക്യൂരിറ്റീസ് നോക്കുമ്പോൾ ക്യാമറ പെട്ടെന്ന് ഓഫായി പെട്ടെന്ന് ഓണായി. മാത്രമല്ല വിഷ്വലൊക്കെ പഴയ പോലെ കാണുന്നുണ്ട്. അവർക്കറിയില്ലല്ലോ അത് ഫേക്ക് വിഷ്വൽ ആണെന്നുള്ള കാര്യം. മേ ബി എന്തെങ്കിലും എറർ ആയിരിക്കും, ടെക്നിക്കൽ ഗ്ലിച്ച് വല്ലതും ആയിരിക്കും എന്ന് കരുതി സെക്യൂരിറ്റീസ് അത് കാര്യമായിട്ട് എടുക്കുന്നില്ല. ശേഷം ഇതിന് ആ മതിലിന് മുകളിൽ നിന്ന് വത്തിക്കാൻ സിറ്റിക്ക് ഉള്ളിലേക്ക് എത്ര മീറ്റർ താഴ്ചയുണ്ടെന്ന് കണക്കെടുത്ത് അത് കൃത്യമായിട്ട് അവന്റെ കേബിളിൽ ലോക്ക് ചെയ്ത് നേരെ ഒരൊറ്റ ചാട്ടം. തറയിൽ ചെന്ന് തട്ടിയില്ല ഗ്യാപ്പിൽ അങ്ങനെ നിൽക്കും. ഉടനെ ടക്ക് അടുത്ത വേഷം മാറി. വത്തിക്കാനിലെ പുരോഹിതന്മാർ ധരിക്കുന്ന പോലെയുള്ള ബ്ലാക്ക് ഡ്രസ്സുകൾ, അവർ ധരിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ലോഹ ആ ഒരു ടൈപ്പുള്ള ഒരു ബ്ലാക്ക് ഡ്രസ്സൊക്കെ ധരിച്ച് നമ്മുടെ ഹീറോ ഉള്ളിൽ കിടക്കുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ ലൂതർ അണ്ടർഗ്രൗണ്ടിൽ വെള്ളത്തിലൂടെ ഒക്കെ പോയിട്ട് അവിടെ എന്തോ കട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. പുള്ളിക്കാരൻ അവിടെ മറ്റെന്തോ ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്തായാലും ഇതെല്ലാം ഇവരുടെ പ്ലാനിന്റെ ഭാഗമാണ്. നമ്മുടെ ഡെക്ലാൻ ആവട്ടെ വത്തിക്കാൻ സിറ്റി വിസിറ്റ് ചെയ്യാൻ വരുന്ന ടൂറിസ്റ്റുകളെ പോലെ വേഷം മാറി അങ്ങനെ സിറ്റിക്കുള്ളിൽ കടന്നു. യഥാർത്ഥത്തിൽ അവന്റെ കയ്യിലുള്ളത് ഒരു റിയൽ ക്യാമറയല്ല, അതിൽ നിന്ന് ദൂരേക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ക്യാമറയുടെ രൂപത്തിലുള്ള ഒരു ചെറിയ ഗൺ, നമ്മൾ ഈ സാധാരണ ഗൺസിലൊക്കെ ഇടുന്ന ബുള്ളറ്റ്സ്, മറ്റൊരാളെ മുറിവേൽപ്പിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരാളെ കൊല്ലാൻ പറ്റുന്ന ആ ഒരു തരത്തിലുള്ള ബുള്ളറ്റ്സ് ഇടാൻ പറ്റുന്ന ഒരു ഗണ്ണല്ല. ആ ക്യാമറയിലുള്ള ഒരു ട്രാക്കിംഗ് ഡിവൈസ് ആണ്. ആ ട്രാക്കിംഗ് ഡിവൈസ് അവൻ താഴെ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് കയറി വരുന്ന ലൂതറിന് കറക്റ്റ് ആയിട്ട് ഇവർ വരുന്ന സ്ഥലം മനസ്സിലാക്കാൻ പാകത്തിന് ആ ഒരു ട്രാക്കിംഗ് ഡിവൈസ് സ്ഥാപിക്കുന്നുണ്ട്. ഇതേസമയം തന്നെ ഇവരുടെ കൂട്ടത്തിലുള്ള ഷെൻ ഒരു വലിയ കാറിൽ ഒരു റിച്ച് സെറ്റപ്പിൽ വത്തിക്കാൻ സിറ്റിയിലേക്ക് വരുന്നുണ്ട്. നല്ല അടിപൊളി കാറിൽ അവളെന്തോ വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. വത്തിക്കാൻ സിറ്റിയിൽ നിന്ന് ആരോ ഇവളെ പ്രത്യേകം വിളിപ്പിച്ചിരുന്നു. വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ, VIP ആണെന്നൊക്കെയുള്ള മട്ടിലാണ് പുള്ളിക്കാരി വരുന്നത്. ഇതേസമയം അണ്ടർഗ്രൗണ്ടിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന ലൂതറിനകത്ത് കിടക്കാൻ ഹീറോ വഴിയൊരുക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലൂതറും അകത്ത് കയറി. ഇപ്പൊ നമ്മുടെ ഹീറോ, ലൂതർ, ഡെക്ലാൻ ഇവർ 3 പേരും ഉള്ളിലാണ്. VIP ആയിട്ട് വന്ന ഷെന്നിനെ സെക്യൂരിറ്റി തടഞ്ഞു നിർത്തിയിരിക്കുന്നു. അവളുടെ പേര് ലിസ്റ്റിൽ ഇല്ല പോലും. കറക്റ്റ് ആയിട്ട് ഈ സമയത്ത് നമ്മുടെ ഡെക്ലാൻ ഒരു സെക്യൂരിറ്റി യൂണിഫോം ഒക്കെ ഇട്ട് ഇവളെ തടഞ്ഞ സെക്യൂരിറ്റിയുടെ അടുത്ത് നിന്ന് ഈ പുള്ളിക്കാരി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ്, ഉള്ളിലോട്ട് കടത്തി വിട്ടില്ലേ നിന്റെ പണി തെറിക്കുമെന്നൊക്കെ പറഞ്ഞ് ആ സെക്യൂരിറ്റിയെ പേടിപ്പിച്ച് നമ്മുടെ ഷെന്നും അകത്ത് കിടക്കുന്നു. ഇവർ തേടി വന്ന ഓവൻ ഡേവിയൻ വത്തിക്കാൻ സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഷെൻ പുള്ളിക്കാരന്റെ പുറകെ കൂടിയിട്ടുണ്ട്. അവളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഓവൻ ഡേവിയന്റെ മുഖത്തിന്റെ എല്ലാ സൈഡിൽ നിന്നുള്ള ഫോട്ടോയും ഇവർക്ക് കൃത്യമായി കിട്ടണം. അവളെ ഏൽപ്പിച്ച പണി അവളെ നൈസായിട്ട് ചെയ്യുന്നു. മുഖം നോക്കുന്ന ചെറിയൊരു കണ്ണാടി എടുത്ത്, അത് ആക്ച്വലി ഒരു ക്യാമറയാണ്, ആ ക്യാമറ യൂസ് ചെയ്ത് ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ ഓവൻ ഡേവിയന്റെ മുഖത്തിന്റെ എല്ലാ സൈഡുകളും വ്യക്തമായി അതിൽ ഫോട്ടോ എടുക്കുന്നു. എന്തിനാണെന്നാൽ നമ്മുടെ ഹീറോ ഒക്കെ ഓവൻ ഡേവിയന്റെ ഫേസ് മാസ്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പ് ഓവൻ ഡേവിയന്റെ സാറ്റലൈറ്റ് ഇമേജസും അങ്ങനെ വളരെ റെയർ ആയിട്ടുള്ള കുറച്ച് ഇമേജസ് മാത്രമേ ഇവർക്ക് കിട്ടിയിട്ടുള്ളൂ. അത് വെച്ച് പുള്ളിക്കാരന്റെ മുഴുവൻ ഫേസ് സ്ട്രക്ചറും ഐഡന്റിഫൈ ചെയ്ത് ഫേസ് മാസ്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഇനിയിപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഓവൻ ഡേവിയന്റെ മുഖത്തിന്റെ എല്ലാ ആംഗിളിൽ നിന്നുള്ള ഫോട്ടോ കിട്ടിയത് കൊണ്ട് ആ ഒരു ഫേസ് സ്ട്രക്ചർ അനുസരിച്ച്, അങ്ങേരുടെ കറക്റ്റ് ഫേസ് സ്ട്രക്ചർ അനുസരിച്ച് ഇവർക്ക് ഒരു ഫേസ് മാസ്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇവർ വിചാരിച്ചാലും കുറച്ചുകൂടെ ഫാസ്റ്റ് ആണ് ഓവൻ ഡേവിയൻ. അങ്ങനെ നേരത്തെ തന്നെ പണി തുടങ്ങി. റാബിറ്റ്സ് ഫുഡ് എന്ന കോഡഡ് ഫോമിലുള്ള ആ ഒരു വസ്തുവിന്റെ ട്രാൻസാക്ഷൻ പുള്ളിക്കാരൻ ആരംഭിച്ചു. ഇതെല്ലാം നോട്ടീസ് ചെയ്യുന്ന ഷെൻ ഈ കാര്യമൊക്കെ നമ്മുടെ ഹീറോയോട് പറയുന്നുണ്ട്. നിങ്ങൾ കുറച്ചുകൂടെ സ്പീഡ് ആകണം, അങ്ങനെ ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഹീറോയും ലൂതറും ഒക്കെ ആ ഒരു ഫേസ് മാസ്ക് ക്രിയേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അങ്ങനെ ഫേസ് മാസ്ക്, അങ്ങനെ ഫേസ് സ്ട്രക്ചർ അനുസരിച്ച് ഒരു മാസ്ക് ക്രിയേറ്റ് ചെയ്ത് ഓവൻ ഡേവിയന്റെ ഫേസ് കളറിനനുസരിച്ചുള്ള ഫേസ് കളറൊക്കെ കൊടുത്ത് പുള്ളിക്കാരന്റെ പുരികം, മുടി അതെല്ലാം കറക്റ്റ് ആയിട്ട് മാച്ച് ആവുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് അങ്ങനെ ഓവൻ ഡേവിയന്റെ മാസ്ക് പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ഹീറോ ഓവൻ ഡേവിയന്റെ മാസ്ക് ഒക്കെ ഇട്ട് അങ്ങനെ പോലെ തന്നെ റെഡി ആവുന്നു. ഇങ്ങനെ നമ്മുടെ ഹീറോ ഒക്കെ റെഡിയായി വന്നപ്പോഴേക്കും ഓവൻ ഡേവിയൻ ആവട്ടെ പുള്ളിക്കാരൻ വന്ന പണിയൊക്കെ കഴിഞ്ഞ് പുള്ളി തിരിച്ചു പോകാൻ തുടങ്ങുന്നു. അങ്ങനെ എങ്ങനെയെങ്കിലും കുറച്ച് നേരം കൂടെ അവിടെ പിടിച്ചു നിർത്തിയേ പറ്റൂ. നമ്മുടെ ഷൻ മനഃപൂർവ്വം ഒരു വൈൻ എടുത്ത് പുള്ളിക്കാരൻ നടന്നു പോകുമ്പോൾ അറിയാതെ പറ്റിയതിൻ്റെ കൂട്ട് അങ്ങേറെ ദേഹത്തൊഴിച്ചു. പുള്ളിക്കാരന്റെ വൈറ്റ് ഡ്രസ്സിൽ ഒഴിച്ചു. അത് മുഴുവൻ അലങ്കോലമായി. ഐ എം റിയലി സോറി, ഞാൻ കണ്ടിട്ടേ ഇല്ല. അയ്യോ ദേ നിങ്ങളുടെ ഷർട്ടിൽ വൈൻ കളറായി. ഇല്ല കുഴപ്പമില്ല, ഇത് ഞാൻ ക്ലീൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ബാത്റൂമിലേക്ക് പോകുന്നു. ഇതൊരു അവസരമായിട്ട് യൂസ് ചെയ്ത് ബാത്റൂമിൽ വെച്ച് അങ്ങനെ തട്ടിക്കൊണ്ട് പോകാമെന്നുള്ളതാണ് ഹീറോയുടെ ഒക്കെ പ്ലാൻ. ബാത്റൂമിലാവുമ്പോൾ അങ്ങനെ സെക്യൂരിറ്റി ഒന്നും അങ്ങനെ കൂടെ കാണത്തില്ലല്ലോ. അങ്ങനെ ഓവൻ ഡേവിയന്റെ രൂപത്തിലുള്ള നമ്മുടെ ഹീറോ ഏതൊക്കെയോ വഴിയിലൂടെ ചാടി കയറി ഏതൊക്കെയോ മതിലൊക്കെ ചാടി ബാത്റൂമിനുള്ളിൽ വരുന്നു. ഇത് റിയൽ ഓവൻ ഡേവിയൻ. ഇങ്ങനെ ഈ സൂട്ട് കേസിൽ വളരെ പ്രധാനപ്പെട്ട എന്തോ ഒന്നുണ്ട്. മേ ബി 6000 കോടി രൂപ വിലയുള്ള റാബിറ്റ്സ് ഫുഡ് എന്ന കോഡഡ് നെയിമിൽ അറിയപ്പെടുന്ന ആ ഒരു വസ്തു ആവാം. ആരാ ഇത്? അതൊന്നും പറയാൻ ഒട്ടും സമയമില്ല. വായിങ്ങട് ദേ, ഇതിൽ എഴുതിയിരിക്കുന്ന മര്യാദയ്ക്ക് വായിക്കണം, ഇല്ല നിന്നെ കൊന്നുകളയും. മറ്റേതോ ഭാഷയിൽ എന്തോ എഴുതി വെച്ചിരിക്കുന്നു. ഓവൻ ഡേവിയന് മനസ്സിലാവുന്ന ഭാഷ ആയതുകൊണ്ട് പുള്ളിക്കാരൻ അതെല്ലാം വായിച്ചു. എന്തിനാണെന്നാൽ ഓവൻ ഡേവിയന്റെ ശബ്ദം IMF ഏജൻസിന് ആവശ്യമുണ്ട്. ഈ സൗണ്ട് ക്യാപ്ചർ ചെയ്ത് ആ സൗണ്ട് നമ്മുടെ ഹീറോ ഇപ്പോൾ യൂസ് ചെയ്യുന്ന മാസ്കിലേക്ക് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ഹീറോ സംസാരിക്കുമ്പോൾ ഓവൻ ഡേവിയന്റെ ശബ്ദം പുറത്തു വരൂ. അങ്ങനെ ഓവൻ ഡേവിയന്റെ ശബ്ദമൊക്കെ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ സെഡേറ്റ് ചെയ്ത് അങ്ങനെ അവിടുന്ന് മാറ്റാൻ തുടങ്ങുമ്പോൾ അങ്ങേറെ സെക്യൂരിറ്റി ബാത്റൂമിലേക്ക് വരുന്നു. അതേ തുടർന്ന് റിയൽ ഓവൻ ഡേവിയനെ ഡെക്ലാൻ കഥകിന് പുറകിലേക്ക് മാറ്റുന്നു. നമ്മുടെ ഹീറോ ഈതൻ ഹണ്ട് പുള്ളിക്കാരന്റെ ഡ്രസ്സിൽ റെഡ് കളറുമാക്കുന്നു. ഓവൻ ഡേവിയന്റെ സെക്യൂരിറ്റി ഗാർഡ് ബാത്റൂമിൽ വന്ന് നോക്കുമ്പോൾ ഓവൻ ഡേവിയന്റെ രൂപത്തിലുള്ള നമ്മുടെ ഹീറോയാണ് അങ്ങേര് കാണുന്നത്. നോക്കുമ്പോൾ അത് ഓവൻ ഡേവിയൻ തന്നെയാണ്. അങ്ങേരുടെ ഡ്രസ്സിൽ ആ ഒരു റെഡ് വൈൻ്റെ കളറുണ്ട്. നോക്കുമ്പോൾ എല്ലാം ഓക്കെയാണ്. സാർ നിങ്ങൾ ഓക്കെ അല്ലേ എന്ന് സെക്യൂരിറ്റി ഗാർഡ് ചോദിക്കുമ്പോഴാണ് പ്രശ്നം. റിയൽ ഓവൻ ഡേവിയന്റെ സൗണ്ട് ക്യാപ്ചർ ചെയ്ത് ആ സൗണ്ട് ഇതുവരെയും നമ്മുടെ ഹീറോയുടെ മാസ്കിലേക്ക് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടില്ല. അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഈതൻ ഇപ്പോൾ ഒന്ന് സംസാരിക്കരുത്, ഒരു 30 സെക്കൻഡ് വേണം സൗണ്ട് ഒന്ന് സെറ്റ് ആവാൻ. സെക്യൂരിറ്റി ഗാർഡ് ആവട്ടെ, സർ നിങ്ങൾ ഓക്കെ അല്ലേ? ഇതിനാണെങ്കിൽ ഒന്നും അങ്ങോട്ട് പറയാനും പറ്റത്തില്ല. അതേ തുടർന്ന് ഇവൻ ചുമച്ച് ഒരു 30 സെക്കൻഡ് തള്ളി നീക്കുന്നു. ഐ എം ഓക്കെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ പോയി പുറത്തേക്ക് പോ. അങ്ങനെ ഓവൻ ഡേവിയനായിട്ട് വേഷം മാറിയ നമ്മുടെ ഹീറോ റിയൽ ഓവൻ ഡേവിയന്റെ സെക്യൂരിറ്റി ഗാർഡിന്റെയും പിന്നെ അങ്ങേറെ ഒരു അസിസ്റ്റന്റ് പെണ്ണ് അവരുടെ രണ്ടാളുടെയും കൂടെ അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ വീണ്ടും നമ്മുടെ ഷെൻ അങ്ങേറെ മുന്നിൽ ചെന്ന് അങ്ങേറെ മുല്ലല്ല ഓവൻ ഡേവിയനായിട്ട് വേഷം മാറിയ നമ്മുടെ ഈതന്റെ അടുത്ത് ചെന്ന്, സാർ ഐ എം റിയലി സോറി, ഞാൻ നിങ്ങളുടെ ഷർട്ട് ചീത്തയാക്കി. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ എന്റെ കൂടെ ഹോട്ടലിലേക്ക് വന്നാൽ ഞാൻ നിങ്ങളുടെ ഷർട്ടൊക്കെ ക്ലീൻ ചെയ്ത് തരാം. നിന്റെ കൂടെ ഹോട്ടൽ റൂമിലേക്കോ? ഞാൻ നിനക്ക് ഈ ഷർട്ട് കഴുകാൻ
എങ്ങാനും ഒരു തന്നാൽ അത്രയും നേരം ഞാൻ ഷർട്ട് ഇല്ലാതിരിക്കണമെന്നാണോ? അത് ആ സമയം എൻജോയ് ചെയ്യാൻ എൻ്റെ അടുത്ത് വേറൊരു ഐഡിയ ഉണ്ട് സർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹോട്ടൽ റൂമിലേക്ക് പോയേക്കാം. സംഭവം മനസ്സിലായല്ലോ അല്ലേ? ഷർട്ട് കഴുകി ഉണക്കാനിടുന്ന സമയം അവിടെ ചെസ് കളിക്കാവുന്ന രണ്ടുപേർക്കും ചെസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത്രയും മാത്രമാണ് ഷെൻ ഉദ്ദേശിച്ചത്. ഈ ഉദ്ദേശം ഓവൻ ഡേവിന്റെ അസിസ്റ്റന്റിനും അങ്ങനെ ഒരു സെക്യൂരിറ്റി ഗാർഡിനും ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി. അങ്ങനെ ഓവൻ ഡേവിന്റെ രൂപത്തിലുള്ള നമ്മുടെ ഹീറോ ഓവൻ ഡേവിന്റെ കയ്യിലുണ്ടായിരുന്ന സ്യൂട്ട് കേസുമായിട്ട് ഷെന്നിനെയും കൂട്ടി അങ്ങനെ ആ ഒരു വഴിക്ക് ലൂതറും ഡെക്ലാനും റിയൽ ഓവൻ ഡേവിനെയും കൊണ്ട് അണ്ടർഗ്രൗണ്ടിലൂടെ. ഷെൻ അങ്ങോട്ട് വന്ന അടിപൊളി കാറിൽ ഷെന്നും നമ്മുടെ ഓവൻ ഡേവിന്റെ രൂപത്തിലുള്ള നമ്മുടെ ഹീറോ ഈതനും നേരത്തെ നമ്മുടെ ഡെക്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ട്രാക്കറിന്റെ അങ്ങോട്ട് വരുന്നു. ചുറ്റുമുള്ള മറ്റാർക്കും മനസ്സിലാവാതെ ആ കാറിന്റെ അടിവശം തുറന്ന് അവരും അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നു. തുടർന്ന് കാർ ബ്ലാസ്റ്റ് ചെയ്യിക്കുന്നു. അങ്ങനെ വളരെ വിദഗ്ധമായി നമ്മുടെ ഹീറോയും ടീമും ഓവൻ ഡേവിനെയും കൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നു. അങ്ങനെ ഓവൻ ഡേവിനെ ഒരു പ്ലെയിനിൽ നമ്മുടെ ഈതനൊക്കെ കൂട്ടിക്കൊണ്ടു പോവാണ്. പ്ലെയിനിൽ പോകുന്ന സമയത്താണ് പുള്ളിക്കാരന് ബോധം വരുന്നത്. സോ മിസ്റ്റർ ഓവൻ ഡേവിൻ, നീ എന്തൊക്കെ ബിസിനസ്സാണ് ചെയ്യുന്നേ? ആരുമായിട്ടൊക്കെ നിനക്ക് ബന്ധമുള്ളത്? എത്ര തീവ്രവാദി ഗ്രൂപ്പുമായിട്ട് നിനക്ക് ബന്ധമുണ്ട്? ഓ, നീ ആയിരുന്നല്ലേ എന്റെ വേഷത്തിൽ അവിടെ വന്നത്? എന്താ നിന്റെ പേര്? അതിന് നമ്മുടെ ഹീറോ, പേര് ഞാനല്ലോ, നീയല്ലേ പറയണ്ടേ? നിനക്ക് ഏതൊക്കെ തീവ്രവാദി ഗ്രൂപ്പായിട്ട് ബന്ധമുണ്ട്? എന്താണ് അവരുടെ ഡീറ്റെയിൽസ്? ഏതൊക്കെ പ്രമുഖരുമായിട്ട് ബന്ധമുണ്ട്? എന്താണ് അവരുടെ പേരുകൾ? നീ അങ്ങ് തിരക്ക് പിടിക്കില്ലേ? നിനക്ക് ഭാര്യ ഉണ്ടാവും, ഗേൾ ഫ്രണ്ട് ഉണ്ടാവും, അങ്ങനെ ആരെങ്കിലുമൊക്കെ കാണുമല്ലോ. അങ്ങനെ നിനക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ ഞാൻ കണ്ടുപിടിക്കും, അവരെ ഞാൻ ക്രൂരമായി ഉപദ്രവിക്കും. മര്യാദയ്ക്ക് ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറ. എന്താണ് റാബിറ്റ്സ് ഫുഡ്? നിന്റെ വേണ്ടപ്പെട്ടവരെ ഞാൻ പിടിക്കുമ്പോൾ നീ അലറി വിളിച്ച് കാര്യം, അവരുടെ ശരീരം ഞാൻ കീറി മുറിക്കും. ഇതെല്ലാം നിനക്ക് കാണാൻ പറ്റും. എജ്ജാതി മനുഷ്യൻ, പ്രോപ്പർ സൈക്കോ. നമ്മുടെ ഹീറോ അങ്ങേരോട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അങ്ങേര് പറയുന്നതോ ഹീറോയ്ക്ക് വേണ്ടപ്പെട്ട ആളുകളെ തട്ടിക്കൊണ്ടുപോയി അവരുടെ ശരീരം കീറി മുറിച്ച് അവരെ ഉപദ്രവിക്കും, അതെല്ലാം ഹീറോയെ കാണിക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ. ഈ പറയുന്ന കാര്യത്തിലൊക്കെ പുള്ളിക്കാരൻ ഒടുക്കത്തെ കോൺഫിഡന്റുമാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ താൻ ചെയ്തിരിക്കുമെന്നുള്ള ഉറപ്പോട് കൂടിയാണ് വില്ലൻ സംസാരിക്കുന്നത്. ഇതെല്ലാം കേട്ടപ്പോൾ നമ്മുടെ ഇതിന് ദേഷ്യം വന്നു. അവൻ എന്ത് ചെയ്യുന്നു? അതിവേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയിനിന്റെ ഡോറ് തുറന്ന് ഈ ഓവൻ ഡേവിനെ പുറത്തേക്ക് അങ്ങനെ തള്ളിപ്പിടിച്ചു. അങ്ങനെ ഒരു കണ്ടീഷനിൽ ഓവൻ ഡേവിനെ ആക്കിയിട്ട് എന്താണ് റാബിറ്റ്സ് ഫുഡ്, ആരുമായിട്ടായിരുന്നു ഡീൽ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ടെങ്കിലും ഓവൻ ഡേവിൻ പറയാൻ തയ്യാറാവുന്നില്ല. ഈ ഏജൻസിന് തന്നെ ആവശ്യമുണ്ട്, അതുകൊണ്ട് എന്തായാലും ഇവർ തന്നെ കൊല്ലത്തില്ലെന്ന് അങ്ങേർക്ക് ഉറപ്പാണ്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അങ്ങേര് ഒന്നും വിട്ടു പറയാൻ തയ്യാറാവുന്നില്ലല്ലോ. അതേ തുടർന്ന് ഹീറോ വീണ്ടും അങ്ങേരെ പ്ലെയിനകത്താക്കി ഡോർ ക്ലോസ് ചെയ്തു. ദെൻ പ്ലെയിൻ ലാൻഡ് ചെയ്തു. ഡേവിനെ ഇനിയിപ്പോൾ വിശദമായിട്ട് ചോദ്യം ചെയ്യണം. അതിനുവേണ്ടി അങ്ങേരെ ഒരു വാനിൽ കയറ്റി മറ്റൊരിടത്തേക്ക് മാറ്റുന്നു. ഇങ്ങനെ പോകുന്ന പോക്കിൽ നമ്മുടെ ലൂതർ ആണെങ്കിൽ നേരത്തെ ലിൻസി നമ്മുടെ ഹീറോയ്ക്ക് അയച്ചിട്ടുണ്ടായിരുന്ന ഒരു മെസ്സേജ്, എൻക്രിപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മെസ്സേജ് ഒക്കെ ഡീകോഡ് ചെയ്തു. അതൊരു വീഡിയോ ഫയലായിരുന്നു. ആ വീഡിയോ ഫയലിൽ ലിൻസി പറയുന്നതാവട്ടെ, ഓവൻ ഡേവിനെ നിരീക്ഷിക്കാൻ വേണ്ടി ലിൻസിക്ക് മിഷൻ കിട്ടി. അവൾ ആ ഒരു മിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു മിഷന്റെ ഭാഗമായിട്ട് ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ അവൾ ഓവൻ ഡേവിന്റെ ഫോൺ ഹാക്ക് ചെയ്തു. അത് ചെക്ക് ചെയ്യുമ്പോഴാവട്ടെ അതിൽ വന്നിരിക്കുന്ന ഒരു കോള് തിയഡോർ ബ്രസലിന്റെ ഓഫീസിൽ നിന്നാണ്. ഏത്? IMF ഹെഡ് ആയിട്ടുള്ള തിയഡോർ ബ്രസലില്ലേ, അങ്ങേരുടെ ഓഫീസിൽ നിന്ന്. അതിനർത്ഥം ഇവരുടെയൊക്കെ ഹെഡ് ആയിട്ടുള്ള തിയഡോർ ബ്രസൽ അങ്ങേരാണ് ചതിയൻ. അങ്ങേര് നമ്മുടെ ലിൻസിയെ പറ്റിയുള്ള ഇൻഫോർമേഷൻ ഓവൻ ഡേവിനെ ചോർത്തി കൊടുത്തുകൊണ്ട് മാത്രമാണ് ലിൻസിയെ അങ്ങേർക്ക് പിടിക്കാൻ പറ്റിയത്. ഈ സത്യങ്ങളൊക്കെ നമ്മുടെ ഹീറോ മനസ്സിലാക്കുന്ന ആ ഒരു സമയം തന്നെ ഇവർ ആക്രമിക്കപ്പെടുന്നു. ഡേവിന്റെ ആളുകളാണ് അങ്ങേരെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കുന്നു. അവർ ഹെലികോപ്റ്ററുകളിലും പ്ലെയിനുകളിലും ഒക്കെ വന്ന് മിസൈൽസും പവർഫുൾ ആയിട്ടുള്ള ഗൺസും ഒക്കെ വെച്ച് ഭയങ്കര അറ്റാക്ക്. ഇവർ പൊക്കോണ്ടിരുന്ന ആ വഴി, അവിടെ ഉണ്ടായിരുന്ന ഒരു പാലം തന്നെ തകർത്ത അവന്മാർ ഡേവിനെയൊക്കെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നു. ഈതനും ലൂതറും ഒക്കെ അവരെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ ശ്രമിച്ചു നോക്കി, പക്ഷേ യാതൊരു കാര്യവും ഉണ്ടായില്ല. ആദ്യം വത്തിക്കാൻ സിറ്റിയിൽ ചെന്ന് ഹീറോ ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് എങ്ങനെ ഡേവിനെ കടത്തിക്കൊണ്ട് വന്നോ അതേപോലെ തന്നെ ഇപ്പൊ അങ്ങേരുടെ ആളുകൾ പെർഫെക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് വന്ന് ഇവരെ മൊത്തത്തിൽ ട്രാപ്പ് ചെയ്ത് അനങ്ങാൻ പറ്റാത്ത വിധത്തിലാക്കി അങ്ങേരെ വീണ്ടും രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയി. ഈ ഒരു അറ്റാക്കിന് ശേഷം ഈതൻ ആദ്യം വിളിക്കുന്നത് അവന്റെ വീട്ടിലേക്കാണ്. ജൂലിയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തണം. എന്നാൽ അവിടെ വിളിക്കുമ്പോൾ അറിയാൻ പറ്റുന്നത് ജൂലിയെ തിരക്കി ഈതന്റെ ഏതോ ഒരു ഇംഗ്ലീഷ് ഫ്രണ്ട് അവിടെ വന്നിരുന്നു, അവളിപ്പോൾ വീട്ടിലില്ല എന്നാണ്. ഒരുപക്ഷെ അവൾ ഹോസ്പിറ്റലിൽ ഉണ്ടാവുമെന്ന് കരുതി ഈതൻ കിട്ടിയ ഒരു കാറും എടുത്ത് വേഗം ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ ഈതൻ അവിടെ എത്തിയതും ഡേവിന്റെ ആളുകൾ ജൂലിയെ കടത്തിക്കൊണ്ട് പോയതും ഒരുമിച്ചായിരുന്നു. ഹീറോ ആകെ മൊത്തം പെട്ടു. ഈ സാഹചര്യത്തിൽ വില്ലൻ ഹീറോയെ വിളിക്കുന്നു. ഈതൻ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അവളിപ്പോൾ എന്റെ കസ്റ്റഡിയിലുണ്ട്. ഇപ്പൊ നീ എന്ത് ചെയ്യണമെന്നറിയോ? നീ എന്റെ അടുത്തും തട്ടിയെടുത്ത ആ ബ്രീഫ് കേസിൽ റാബിറ്റ്സ് ഫുഡ് എവിടെയാണെന്നുള്ള ഇൻഫോർമേഷൻ ഉണ്ട്. നീ ആ ഇൻഫോർമേഷനൊക്കെ പരിശോധിച്ച് മനസ്സിലാക്കി റാബിറ്റ്സ് ഫുഡ് കണ്ടുപിടിച്ച് അതെന്നെ ഏൽപ്പിക്കണം. ഇപ്പോൾ മുതൽ നിനക്ക് 48 മണിക്കൂർ സമയമുണ്ട്. റാബിറ്റ്സ് ഫുഡ് കണ്ടുപിടിച്ചാൽ നീ എന്നെ വിളിക്കണം. ഈ പറഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ റാബിറ്റ്സ് ഫുഡ് എന്റെ കയ്യിലെത്തിയാൽ മാത്രം നിന്റെ ജൂലിയ ജീവനോടെ ഉണ്ടാവും. ഡേവിൻ ഇതങ്ങോട്ട് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത ഉടനെ തന്നെ കുറെ ഏജൻസ് ഹീറോയെ ചുറ്റി വളയുന്നു. പാതി വഴിക്ക് വെച്ച് ഡേവിയൻ മിസ്സായതോടെ ഈ ഒരു മിഷനും ഫെയിൽ ആയതായിട്ട് കണക്കാക്കും. വീണ്ടും ഹീറോ കുറ്റക്കാരനായി. പെർമിഷൻ ഇല്ലാതെ മിഷൻ ഇറങ്ങി തിരിച്ചു എന്ന പേരിൽ നമ്മുടെ ഹീറോയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഏജൻസ്. ശരിക്കും ഒരുമാതിരി അവസ്ഥ. ഒരു സൈഡിലൂടെ വില്ലൻ, ഒരു സൈഡിലൂടെ ഏജൻസ്. ഇവരുടെ ഒക്കെ ഇടയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് ഏജൻസിന്റെ ഇടയിൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാവട്ടെ ഏജൻസ് നമ്മുടെ ഹീറോയെ ഷൂട്ട് ചെയ്ത് പിടിക്കുന്നു. ഗൺ വെച്ച് ഫയർ ചെയ്തൊന്നല്ല, ഷോക്ക് അടിപ്പിക്കൂല്ലേ, ഇലക്ട്രിക് ഷോക്ക്, അങ്ങനെ പിടിക്കുന്നു. ഇതിന്റെ കൈയും കാലും വായും ഒക്കെ പൂട്ടിക്കെട്ടി IMF സെന്ററിൽ കൊണ്ടുചെല്ലുമ്പോൾ ഇവരുടെ ഹെഡ് ആയിട്ടുള്ള ഒരു തിയഡോർ ബ്രസൽ പുള്ളിക്കാരൻ ഈതന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നു. ഇങ്ങനെ ചതിയനാണെന്നുള്ള കാര്യം ഈതിന് മനസ്സിലായി. പക്ഷേ അവനെ കൊണ്ട് ഇപ്പൊ സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ആരെയും അറിയിക്കാതെ പെർമിഷൻ കൂടാതെ മിഷന് പോയി. മിഷൻ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി വലിയൊരു അറ്റാക്ക് ഉണ്ടായി. അങ്ങനെ മിഷൻ ഫെയിലായി. മാത്രമല്ല പബ്ലിക്കിനും ബുദ്ധിമുട്ടായി. സാധാരണ ജനങ്ങളിലെ കുറച്ച് പേർക്ക് ആ അറ്റാക്കിൽ അപകടവും പറ്റി. ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് എത്ര നല്ല ഏജന്റ് ആണെന്നുണ്ടെങ്കിലും ഇതിന് ശിക്ഷ കൊടുക്കാൻ വേണ്ടി ബ്രസൽ തീരുമാനിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ്
പറഞ്ഞിട്ട് ബ്രസൽ അവിടെ നിന്ന് മാറിപ്പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഏജന്റ് ജോൺ ഈതന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നു. ഈതൻ, ഇക്കാര്യത്തിൽ എനിക്ക് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇതെല്ലാം നിന്റെ സൈഡിൽ നിന്ന് മിസ്റ്റേക്ക് ആണ്. ലുക്ക് അറ്റ് മീ ഈതൻ, ഞാൻ നിന്നോടാണ് സംസാരിക്കുന്നത്. നിന്നോട് സംസാരിക്കുമ്പോൾ എന്റെ മുഖത്ത് നോക്കാനുള്ള മിനിമം മര്യാദയെങ്കിലും നീ കാണിക്കണം. അത് കേൾക്കുന്ന ഈതൻ ജോണിന്റെ മുഖത്ത് നോക്കുമ്പോൾ ഈ ജോൺ ലിപ്സ് മാത്രം അനക്കി ഈതനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. ഒരാൾ സംസാരിക്കുമ്പോൾ അത് കേൾക്കാൻ സാധിക്കുന്നില്ലെങ്കിലും അവരുടെ ലിപ് മൂവ്മെന്റ് വെച്ച് അവരെന്താണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഈതനുണ്ട്. ആ ഒരു രീതിയിലൂടെ ജോൺ നമ്മുടെ ഈതനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ബാക്കി ചുറ്റുമുള്ള ഏജൻസിന്റെ എല്ലാം കണ്ണി പൊടിയിട്ടുകൊണ്ട് ഡേവിയൻ നേരത്തെ നമ്മുടെ ഹീറോയെ വിളിച്ച ആ ഒരു ഫോൺ കോൾ ജോൺ ചോർത്തിയെന്നും അവർ തമ്മിൽ സംസാരിച്ച ഇൻഫോർമേഷനൊക്കെ ഇവൻ കേട്ടെന്നും യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ജോണിന് മനസ്സിലായി. അതുകൊണ്ട് ഇതിനെ സഹായിക്കാൻ ജോൺ തയ്യാറാണെന്നുമാണ് പുള്ളിക്കാരൻ ഇങ്ങനെ സംസാരിക്കുന്നത്. മാത്രമല്ല ഇവിടുന്ന് രക്ഷപ്പെട്ട് ഷാങ്ഹായിലേക്ക് പോകണമെന്നും അവിടെയുള്ള ഫെങ്ഷാൻ അപ്പാർട്ട്മെന്റിലെ 1406 നമ്പർ റൂമിലേക്ക് ചെല്ലണമെന്നും ഈതനോട് പറയുന്നു. ഇതിന് രക്ഷപ്പെടാൻ വേണ്ടി മറ്റേ ഏജൻസ് ആരും കാണാതെ ഈതന്റെ കയ്യിൽ ചെറിയൊരു മെറ്റൽ പീസും കൊടുക്കുന്നുണ്ട്. അങ്ങനെ നല്ലൊരു അവസരം കിട്ടിയപ്പോൾ ഈതൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന കെട്ടൊക്കെ അഴിച്ച് അന്നേരം അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഏജൻസിനൊക്കെ അടിച്ചിട്ട് അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഏജൻസിൽ ഒരാളുടെ വയർലെസ് സെറ്റ് എടുക്കുന്ന ഈതൻ ഇവരുടെ ഹെഡ് ആയിട്ടുള്ള ബ്രസലിന്റെ സൗണ്ടിൽ സംസാരിച്ച് ബാക്കിയുള്ള ഏജൻസിനെ എല്ലാം മറ്റൊരു ഡയറക്ഷനിലേക്ക് ഓടിച്ചു വിട്ട് ഇവൻ വളരെ സുഖമായിട്ട് അവിടുന്ന് രക്ഷപ്പെടുന്നു. ദെൻ വേഷം മാറി പുതിയ ഐഡന്റിറ്റിയിൽ നേരെ ചൈനയിലെ ഷാങ്ഹായിലേക്ക്. അവിടെ നേരത്തെ നമ്മുടെ ജോൺ ഹീറോയോട് പറഞ്ഞ ആ ഒരു മുറിയിൽ ചെല്ലുമ്പോൾ അവിടെയും ഒരു മനുഷ്യൻ പോലും ഇല്ല. എന്തിനാണ് തന്നോട് ജോൺ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്നാലോചിച്ച് ഹീറോ അവിടെ നിൽക്കുമ്പോൾ ഹീറോയുടെ ടീമേറ്റ്സ് ഒക്കെ അങ്ങോട്ട് കയറി വരുന്നു. ലൂതറും ഡക്ലനും ഷെന്നും. ഇതിനിപ്പോൾ ഇവരുടെ സഹായം വേണം. ഇവർ 4 ആൾ ഒന്നിച്ചുണ്ടെങ്കിലേ കാര്യങ്ങളൊക്കെ നന്നായി നടക്കും എന്നുള്ള കാര്യം ജോണിന് അറിയാം. അങ്ങനെ ഇവർ 4 ആളും കൂടെ നേരത്തെ ഡേവിയന്റെ അടുത്തുനിന്ന് തട്ടിയെടുത്ത ആ ഒരു സ്യൂട്ട് കേസിലുണ്ടായിരുന്ന ഇൻഫർമേഷൻ ഒക്കെ വെച്ചിട്ട് എവിടെയാണ് റാബിറ്റ് സൂട്ട് എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. അതിലെ ഡീറ്റെയിൽസ് എല്ലാം വിശദമായിട്ട് ചെക്ക് ചെയ്ത് വരുമ്പോൾ ഹെങ്ഷാൻ ലൂ എന്നൊരു ബിൽഡിങ്ങും അതിലെ 56ാമത്തെ നിലയിൽ ഒരു ലാബുണ്ട്. ആ ലാബിലാണ് ഈ പറയുന്ന റാബിറ്റ് സൂട്ട് ഉള്ളത് എന്നുള്ള ഇൻഫർമേഷൻ ഇവർക്ക് കിട്ടുന്നു. ജൂലിയെ രക്ഷിക്കണമെങ്കിൽ റാബിറ്റ് സൂട്ട് മോഷ്ടിച്ചേ പറ്റൂ. ഇവർക്ക് എങ്ങനെയെങ്കിലും ആ ബിൽഡിങ്ങിനുള്ളിൽ ആ ലാബിനുള്ളിൽ കടക്കണം. എന്നാൽ അത് അത്ര സിമ്പിൾ പരിപാടിയല്ല. അവിടെ ഫുൾ ടൈം സെക്യൂരിറ്റീസ് ഉണ്ട്. എല്ലാ സമയവും സെക്യൂരിറ്റീസിന്റെ നിരീക്ഷണത്തിലായിരിക്കും. അതുകൂടാതെ ഒരുപാടിടങ്ങളിൽ ക്യാമറ ഉണ്ടായിരിക്കും. മാത്രമല്ല ലിഫ്റ്റിലൂടെ മാത്രമേ ലാബിനുള്ളിലേക്ക് പോകാൻ സാധിക്കൂ. ലാബിനുള്ളിലുള്ളവർക്ക് മാത്രമേ അത് കൺട്രോൾ ചെയ്യാനും സാധിക്കൂ. ഇത്രയും വെല്ലുവിളി അതിജീവിച്ച് അതിനുള്ളിൽ കടന്ന് റാബിറ്റ് സൂട്ട് മോഷ്ടിക്കുക എന്ന് പറയുന്നത് നിയർലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയൊക്കെയുള്ള ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ പോസിബിൾ ആക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ പണി. അപ്പോൾ എന്തായാലും ചെയ്തേക്കാവുന്ന നമ്മുടെ ഹീറോയും. ഇവർ മോഷ്ടിക്കാൻ കയറുന്ന ബിൽഡിങ്ങിന് 162 മീറ്റർ നീളമുണ്ട്. അതിന്റെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിന് 226 മീറ്റർ ഉയരവും ഈ 2 ബിൽഡിങ്ങുകൾ തമ്മിൽ 47.55 മീറ്ററിന്റെ അകലവുമുണ്ട്. ഈ വാല്യൂസ് ഒക്കെ വെച്ച് ഇതിന് കണക്ക് കൂട്ടി നോക്കുമ്പോൾ ആ ഒരു സെക്കൻഡ് ബിൽഡിങ്ങിൽ നിന്നും ഉയരം കൂടിയ ബിൽഡിങ്ങിൽ നിന്നും ചാടിയാൽ അല്ലെങ്കിൽ അവിടുന്ന് സ്വിംഗ് ചെയ്താൽ ഇവർ ഉദ്ദേശിക്കുന്ന ബിൽഡിങ്ങിനെ മണ്ടയ്ക്ക് എത്താൻ പറ്റുമെന്ന് അവന് മനസ്സിലായി. സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള മാത്സ് വെച്ചിട്ട് എന്തെങ്കിലും ഉപയോഗം ലൈഫിൽ എന്തെങ്കിലും ഉണ്ടാകുമെന്നൊക്കെ ചോദിച്ചിട്ടില്ലേ, ഇതൊരു എക്സാമ്പിൾ ആണ്. പിന്നെ ഇത്രയും പാടുപെട്ടി റാബിറ്റ് ഫുഡ് എടുത്ത് അത് നേരെ കൊണ്ട് വില്ലന് കൊടുക്കുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും നമ്മുടെ ഹീറോ അങ്ങനെ ചെയ്യില്ല. റാബിറ്റ് ഫുഡ് സ്വന്തമാക്കിയാൽ അത് എന്താണെന്ന് ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കി ഇതിന്റെ പുറകിലുള്ള ആ ഒരു വലിയ മാഫിയ അവരാരാണെന്ന് കണ്ടെത്താൻ സാധിക്കും. പിന്നെ റാബിറ്റ് ഫുഡ് നമ്മുടെ ഹീറോയ്ക്ക് മോഷ്ടിക്കാൻ സാധിച്ചാൽ ഈ ഒരു പേര് പറഞ്ഞ് റാബിറ്റ് ഫുഡ് തന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് വില്ലനുമായിട്ട് മീറ്റ് ചെയ്യാൻ നമ്മുടെ ഹീറോയ്ക്ക് സാധിക്കും. ആ ഒരു അവസരത്തിൽ ഹീറോയുടെ വൈഫിനെയും രക്ഷപ്പെടുത്താം എന്നുള്ളതാണ് ഹീറോയുടെ പ്ലാൻ. ഇപ്പൊ പറഞ്ഞ പോലെ ഇത്ര എളുപ്പത്തിൽ ജൂലിയെ എങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് ഹീറോയ്ക്ക് ഒരു ഉറപ്പുമില്ല. ഒരുപക്ഷെ അവളെ അവൻ കൊന്നു കളഞ്ഞേക്കാം എന്നും ഹീറോ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ എന്തൊക്കെ സംഭവിച്ചാലും റാബിറ്റ് ഫുഡ് വില്ലന്റെ കയ്യിൽ കിട്ടാൻ ഹീറോ സമ്മതിക്കത്തില്ല. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവളെ രക്ഷപ്പെടുത്താൻ ഈതൻ ശ്രമിക്കും. പക്ഷെ അതൊരു കാരണവശാലും ഡേവിയൻ ആഗ്രഹിക്കുന്ന പോലെ അവൻ ജയിക്കുന്ന രീതിയിൽ ഈ റാബിറ്റ് ഫുഡ് അവന്റെ കയ്യിൽ കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കത്തില്ല എന്ന് ഹീറോ ഉറപ്പിച്ച് പറയുന്നു. അങ്ങനെ നേരത്തെ കണക്ക് കൂട്ടി പ്ലാൻ ചെയ്ത പോലെയൊക്കെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കേബിളിന്റെ നീളമൊക്കെ അളന്ന് കറക്റ്റ് നീളത്തിന് കേബിൾ എടുത്ത് ആ കേബിൾ വെച്ച് ജമ്പ് ചെയ്ത് സ്വിങ് ചെയ്ത് ഈതന് ചാടേണ്ട ആ ബിൽഡിങ്ങിന്റെ മുകളിലെത്തുന്നു. ആ ബിൽഡിങ്ങിന്റെ റൂഫ് ആണെങ്കിലോ ഒരു സ്ലൈഡിംഗ് റൂഫ്. അതിന്റെ മുകളിൽ ചെന്ന് വീഴുന്ന ഈതൻ നേരെ താഴേക്ക് തെന്നി പോകാനും തുടങ്ങി. എവിടെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും പറ്റുന്നില്ല. ഇത് ഗ്ലാസ് ആണ്, തെന്നി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ തെന്നി പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പോക്കിൽ തന്നെ 2 സെക്യൂരിറ്റീസിനെ ഹീറോ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. എന്നിട്ട് കുറെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സ്പീഡ് കുറയ്ക്കാൻ പറ്റുന്നതൊക്കെ ശ്രമിച്ചു നോക്കി പരാജയപ്പെട്ട് ബിൽഡിങ്ങിന്റെ അറ്റത്ത് വന്ന് താഴെ വീണില്ല മട്ടിൽ അവിടെ പിടിച്ച് അങ്ങനെ നിൽക്കുന്നു. ഇനിയിപ്പോൾ ആകെ 5 മിനിറ്റേ ബാക്കിയുള്ളൂ. 5 മിനിറ്റിൽ എങ്ങനെയെങ്കിലും നമ്മുടെ ഹീറോ ആ ഒരു ബിൽഡിങ്ങിനുള്ളിലുള്ള ലാബിൽ കടന്നു ചെന്ന് അവിടുന്ന് റാബിറ്റ് സൂട്ട് കണ്ടെത്തി ഡേവിനെ വിളിച്ചിരിക്കണം. അതല്ലെങ്കിൽ ഡേവിയൻ ഇവൻ അനുവദിച്ച 48 മണിക്കൂർ കഴിയും ഡേവിയൻ ഇവന്റെ വൈഫിനെ കൊന്നുകളയും. ആ ബിൽഡിങ്ങിനുള്ളിൽ കടന്ന് നമ്മുടെ ഹീറോ എന്തൊക്കെയാണോ അവിടെ കാണിച്ചു കൂട്ടിയെന്തോ. കുറെ സമയം ഡെക്ലാനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. കുറെ സമയം കഴിയുമ്പോൾ ഇവരുടെ വയർലെസ് സെറ്റിൽ നമ്മുടെ ഹീറോ ആ ഒരു റാബിറ്റ് ഫുഡ് കണ്ടെത്തി എന്നുള്ള ഇൻഫർമേഷൻ കിട്ടുന്നു. ആ ബിൽഡിങ്ങിലേക്ക് നോക്കുമ്പോഴാവട്ടെ നമ്മുടെ ഹീറോ ജനലൊക്കെ പൊട്ടിച്ച് അവിടുന്ന് ചാടി വരുന്നു. പാരഷൂട്ട് പ്രോപ്പറായിട്ട് തുറന്നു വരാനുള്ള സമയം കിട്ടില്ല. നേരെ ചെന്ന് മറ്റൊരു ബിൽഡിങ്ങിൽ ഇടിച്ചു കയറി. അന്നേരമാണ് പാരഷൂട്ട് ഓപ്പൺ ആയിട്ട് വന്നിട്ട് വീണ്ടും നമ്മുടെ ഹീറോയെ വലിച്ചുകൊണ്ട് പോകുന്നു. എഗെയിൻ താഴേക്ക് വരുന്ന കൂട്ടത്തിൽ പാരഷൂട്ട് കുറെ ഒബ്ജക്റ്റിൽ കുത്തി കയറി അത് മുഴുവൻ കീറിപ്പോയി. ഹീറോ ആണെങ്കിലോ റോഡിൽ നിന്ന് ഒരു അല്പം പൊങ്ങി പാരഷൂട്ട് വള്ളിയിൽ ട്രാപ്പായി അങ്ങനെ കിടക്കുന്നു. ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ റോഡിലൂടെ ഒരു ട്രക്ക് അവന്റെ നേരെ വരുന്നു. പെട്ടെന്നുണ്ടായ വെപ്രാളത്തിൽ റാബിറ്റ് സൂട്ട് അവന്റെ കയ്യിൽ നിന്ന് റോഡിൽ വീണു. ഒട്ടും സമയം കളയാതെ കത്തിയെടുത്ത് ഇവന്റെ ശരീരത്തിൽ കണക്കായിരുന്ന കേബിൾസ് എല്ലാം കട്ട് ചെയ്ത് അങ്ങനെ റോഡിൽ വീഴുന്നു. ഇതിന് നേരെ വന്നിട്ടിരുന്ന ആ ഒരു ഹെവി വെഹിക്കിൾ അത് ബ്രേക്ക് പിടിച്ച് തെന്നി മാറുന്ന സമയം ഒരു വിധത്തിൽ റോഡിൽ വീണ് ഉരുണ്ടു മാറി ആ വാഹനത്തിന്റെ അടിയിലൂടെ പാസ് ചെയ്ത് നമ്മുടെ ഹീറോയ്ക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കുന്നു. ചാടി എണീറ്റ് റോഡിലൂടെ ഉരുണ്ടു പോയിക്കൊണ്ടിരിക്കുന്ന റാബിറ്റ് സൂട്ട് പിടിക്കാൻ അതിന്റെ പുറകെ ഓടുന്നു. ഇപ്പോഴും ഈ റാബിറ്റ് സൂട്ട് എന്ന് പറയുന്ന സാധനം ഇത് എന്താണെന്നൊരു ഐഡിയ ഇല്ല. ഇനിയിപ്പോൾ ആ ഒരു സാധനത്തിന്റെ കേസ് എങ്ങാനും പൊട്ടി റാബിറ്റ് സൂട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ
വലിയ സ്ഫോടനം ഉണ്ടാവുന്ന അങ്ങനെ എന്തെങ്കിലുമുള്ള വസ്തുവാണെങ്കിൽ പിന്നെ തീർന്നു. റോഡിലാണ് വണ്ടികൾ ചറുപറ പൊക്കോണ്ടിരിക്കുന്നു. ജീവൻ പണയം വെച്ച് ഓടി വന്ന് നമ്മുടെ ഹീറോ റാബിറ്റ് സൂട്ട് എടുക്കുമ്പോൾ അവനെ ഇടിച്ചില്ല മറ്റുള്ള ഒരു കാർ അവന്റെ അടുത്ത് വന്ന് നിൽക്കുന്നു. ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി, നമ്മുടെ ഹീറോയുടെ ടീമിലുള്ള 3 ആളുകളുമായിരുന്നു ആ കാറിൽ. അങ്ങനെ നമ്മുടെ ഹീറോയെയും കാറിൽ കയറ്റി ബിൽഡിംഗ് സെക്യൂരിറ്റിയിൽ നിന്നൊക്കെ, അതായത് ആ ബിൽഡിംഗിൽ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ആളുകൾ ഇവരെ ചേസ് ചെയ്ത് വരുന്നുണ്ട്. അവരെയും നോക്കി ഇവർ രക്ഷപ്പെട്ടു പോകുന്നു. അങ്ങനെ അതേ തുടർന്ന് ഡേവിയനെ വിളിച്ച് റാബിറ്റ് സൂട്ട് കിട്ടിയെന്നുള്ള ഇൻഫർമേഷൻ പറഞ്ഞു. റാബിറ്റ് സൂട്ടുമായിട്ട് ഈതൻ എത്തേണ്ട സ്ഥലത്തെ പറ്റി അയാളും പറഞ്ഞു കൊടുത്തു. ഉടനെ ഈതൻ ജോണിനെ വിളിച്ച് ജോണിന് ഈ റാബിറ്റ് സൂട്ട് ട്രാക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഇൻ കേസ് നമ്മുടെ ഹീറോ പ്ലാൻ ചെയ്യുന്ന പോലെ റാബിറ്റ് സൂട്ട് വിട്ടുകൊടുക്കാതെ അവന്റെ ഭാര്യ ജൂലിയെ അവന് രക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിൽ റാബിറ്റ് സൂട്ട് എവിടെയാണെന്ന് ജോണിന് ട്രാക്ക് ചെയ്യാൻ പറ്റണം. ഒരു കാരണവശാലും വില്ലന്മാരെ അത് യൂസ് ചെയ്യാൻ സമ്മതിക്കരുത്. എങ്ങനെയും അവരെ തടഞ്ഞു നിർത്താൻ സാധിക്കണം. അതിനുവേണ്ടിയാണ് ഈ ഒരു ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സിസ്റ്റം സെറ്റ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് നമ്മുടെ ഹീറോയും ഡേവിയൻ പറഞ്ഞ ലൊക്കേഷനിലേക്ക് ചെല്ലുന്നു. അങ്ങോട്ടൊരു കാർ വരുന്നു. ഈതൻ അതിൽ കയറുന്നു. ഈതന്റെ വൈഫ് ജൂലിയെ തട്ടിക്കൊണ്ടുപോയ അതേ ആൾ തന്നെയാണ് ഈ കാർ ഓടിക്കുന്നത്. ആ പുള്ളിക്കാരൻ ഈതനോട് ആ കാറിനുള്ളിൽ വെച്ചിട്ടുള്ള ആ ഒരു ഡ്രിങ്ക് എടുത്ത് കുടിക്കാൻ പറയുന്നു. ഇപ്പൊ അവർ പറയുന്നത് കേൾക്കുകയല്ലേ ഉള്ളൂ വഴി. അതുകൊണ്ട് ഈതനും ആ ഡ്രിങ്ക് എടുത്ത് കുടിച്ചു. ഈതൻ മയങ്ങിപ്പോയി. പിന്നീട് ഈതൻ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് ഒരു പുള്ളിക്കാരൻ ഈതന്റെ മൂക്കിലൂടെ എന്തോ ഒരു സാധനം അവന്റെ തലയ്ക്കുള്ളിലേക്ക് ഫയർ ചെയ്യുന്നു. സംഭവം ഒരു ചിപ്പാണ്. നമ്മുടെ ലിൻസിയുടെ തലയ്ക്കുള്ളിൽ ഉണ്ടായിരുന്ന അവളുടെ മരണത്തിന് കാരണമായ ആ ഒരു ചിപ്പ്, അതേപോലൊരു ചിപ്പ് ഇപ്പൊ ഹീറോയുടെ തലയ്ക്കുള്ളിലുണ്ട്. ബോധം തെളിഞ്ഞു വരുന്ന ഹീറോ ഒന്ന് ചുറ്റും നോക്കുമ്പോൾ ദേ ജൂലി അവന്റെ മുന്നിലുണ്ട്. അവളുടെ വായിൽ ഒരു ടേപ്പൊക്കെ ഒട്ടിച്ച് ഒരു കസേരയിൽ അവളെ മനങ്ങാൻ പറ്റാത്ത വിധത്തിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ഈ സീനാണ് നമ്മൾ കഥയുടെ തുടക്കത്തിൽ കണ്ടത്. വില്ലൻ തുടർച്ചയായിട്ട് ഹീറോയോട് റാബിറ്റ് സൂട്ട് എവിടെയെന്ന് ചോദിക്കുന്നു. ഹീറോ ആവട്ടെ റാബിറ്റ് സൂട്ട് ഞാൻ നിനക്ക് തന്നല്ലോ, അത് നീ എടുത്തിട്ടുണ്ടാവണമല്ലോ, ഞാൻ അൺകോൺഷ്യസ് ആയിപ്പോയി, അതിനുശേഷം എന്താ സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല, പിന്നെ ഞാൻ ഇപ്പോഴല്ലേ കണ്ണ് തുറക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. എന്നാൽ ഈ സംഭവങ്ങളൊന്നും വില്ലൻ അറിഞ്ഞിട്ടില്ല പോലും. അങ്ങനെ റാബിറ്റ് സൂട്ട് എവിടെയെന്ന് തുടർച്ചയായിട്ട് ചോദിച്ചതേ നമ്മുടെ ഹീറോയിനെ ഷൂട്ട് ചെയ്തു. ഇതിനൊരുമാതിരി വല്ലാത്ത അവസ്ഥയിലായി. ജൂലിയും മരിച്ചു, റാബിറ്റ് സൂട്ട് എവിടെയാണെന്ന് അറിയത്തുമില്ല. മോസ്റ്റ് പ്രോബബ്ലി ഇത് ഡേവിയന്റെ ഒരു ഡ്രാമയായിരിക്കും. റാബിറ്റ് സൂട്ട് ഓൾറെഡി അങ്ങേർക്ക് കിട്ടിയിട്ടുണ്ടാവും. എന്നാലും അങ്ങേർക്ക് ജൂലിയെ ജീവനോടെ വിടാൻ ഉദ്ദേശം കാണത്തില്ല. അതുകൊണ്ട് മാത്രം നമ്മുടെ ഹീറോയെ ഒന്ന് വിരട്ടി റാബിറ്റ് സൂട്ട് കിട്ടിയില്ല എന്ന് കള്ളത്തരം പറഞ്ഞ് ആ ഒരു കാരണം പറഞ്ഞ് ജൂലിയെ കൊന്നതായിരിക്കണം. സ്വന്തം ഭാര്യ ഇങ്ങനെ കൺമുന്നിൽ മരിച്ചു കിടക്കുന്നത് കണ്ട് ആ ഒരു ഷോക്കിൽ നമ്മുടെ ഹീറോ നിൽക്കുമ്പോൾ ദേ അവിടെ വരുന്നു ജോൺ. ഏത് IMF ഏജന്റ് ആയിട്ടുള്ള ജോൺ. ഇത്രയും നേരം വിചാരിച്ച പോലെ IMF ഹെഡ് ബ്രസൽ അല്ല ചതിയൻ, ഇവനാണ് ചതിയൻ. ലിൻസി നമ്മുടെ ഹീറോയ്ക്ക് അയച്ചു കൊടുത്ത ഇൻഫർമേഷനകത്ത് അവൾ പറയുന്നത് ബ്രസലാണ് ചതിയൻ എന്നാണ്. അതിന്റെ കാരണമായി അവൾ പറയുന്നത് ബ്രസലിന്റെ ഓഫീസ് ഫോണിൽ നിന്നും ഈ ഡേവിയൻ ഒരു കോൾ ചെന്നിട്ടുണ്ടെന്നുള്ളത്. എന്നാൽ ബ്രസൽ പോലും അറിയാതെ ബ്രസലിന്റെ ഓഫീസ് ഫോണിൽ നിന്നും ഡേവിയനെ വിളിച്ചിട്ടുള്ളത് ഇവനാണ്. നമ്മുടെ ഇതിന് ഒരുമാതിരി അങ്ങ് ആയിപ്പോയി. രണ്ടാമത്തെ തവണ മിഷന് പോകുമ്പോൾ ഇവനൊരു പ്രശ്നം ഉണ്ടാവരുതെന്ന് കരുതി ഇവനെ പോലും അറിയിക്കാതെ ഇവന്റെ സേഫ്റ്റി ഓർത്തിട്ടാണ് നമ്മുടെ ഹീറോ ഒക്കെ പോയിട്ടുണ്ടായിരുന്നത്. അത്രത്തോളം വിശ്വാസമായിരുന്നു ഹീറോയ്ക്ക് ജോണിനെ. എന്നാൽ ജോൺ ഇവരെല്ലാവരെയും IMF ടീമിനെ മുഴുവൻ ചതിച്ച് പണം ഉണ്ടാക്കാൻ വേണ്ടി ഈ വില്ലന്മാരുടെ കൂടെ ഈ ഡേവിയന്റെ കൂടെ ഡീൽ ഉറപ്പിച്ചു. മാത്രമല്ല മറ്റൊരു ടിസ്റ്റും കൂടെ ഉണ്ട്. ഇവിടെ മരിച്ചു കിടക്കുന്ന ഈ സ്ത്രീ അത് നമ്മുടെ ഹീറോയുടെ വൈഫല്ല, ജൂലിയയുടെ മുഖംമൂടി ധരിച്ച ഡേവിയന്റെ അസിസ്റ്റന്റ് പെണ്ണായിരുന്നു. റോമില് വത്തിക്കാൻ സിറ്റിയിൽ വെച്ച് നമ്മുടെ ഡേവിയനെ സംരക്ഷിക്കാൻ ഇവൾക്ക് കഴിഞ്ഞിരുന്നില്ലല്ലോ. അവിടെ വെച്ച് നമ്മുടെ ഹീറോ ഒക്കെ ഡേവിയനെ കടത്തിക്കൊണ്ട് പോയിരുന്നല്ലോ. അത് ഇവളുടെ സൈഡിൽ നിന്നുള്ള ഒരു മിസ്റ്റേക്ക് കാരണമാണ്. ഇവള് പ്രോപ്പറായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തില്ല, എല്ലാ സെക്യൂരിറ്റിയും നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു വാശിക്ക് ഇവളെ കൊല്ലണമെന്ന് അന്നേ ഡേവിയൻ തീരുമാനിച്ചിരുന്നു. സോ ഇതെല്ലാം അർത്ഥമാക്കുന്നത് ജൂലി ഇപ്പോഴും ജീവനോടെ ഉണ്ട്. ഇതിനൊരു സീക്രട്ട് ഏജന്റ് ആണെന്നോ ഇമാതിരി പണിയാണ് ചെയ്യുന്നതെന്നോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും അവൾക്കറിയില്ല. ഇതെല്ലാം പറഞ്ഞ് നമ്മുടെ ജോൺ ഈതനോട് എനിക്കറിയേണ്ട ഒരേ ഒരു കാര്യം മാത്രമാണ്, ലിൻസി നിനക്ക് അയച്ച മെസ്സേജ് എന്താണ്? എൻക്രിപ്റ്റ് ചെയ്ത മൈക്രോ ഡോട്ടിൽ അവൾ എന്തോ ഒരു ഇൻഫർമേഷൻ അയച്ചിട്ടുണ്ട്. എന്തായിരുന്നു അതിൽ? വലിയ മസിൽ കൊടുത്തൊന്നും വേണ്ട, വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ നീ ആ ഇൻഫർമേഷൻ എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ മാത്രം നിന്റെ ജൂലിയെ ജീവനോടെ ഉണ്ടാവും. ഈ ജോണൊക്കെ വലിയൊരു ശൃംഖലയുടെ ഒരു ചെറിയ കണ്ണി മാത്രമാണ്. ഇവരുടെ പ്ലാൻ ആദ്യം ഈ പറയുന്ന റാബിറ്റ് സൂട്ട് എന്ന ഐറ്റം നേരെ മിഡിൽ ഈസ്റ്റിൽ എത്തിക്കുക, അതിന്റെ തെളിവ് ശേഖരിക്കുക, അടുത്ത ദിവസം ഈ തെളിവ് ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുക മിഡിൽ ഈസ്റ്റിൽ ഇങ്ങനെ ഒരു കച്ചവടം നടന്നിരിക്കുന്നുവെന്ന്. ലോകം മുഴുവൻ നശിപ്പിക്കാൻ കേപ്പബിലിറ്റി ഉണ്ടെന്ന് പറയുന്ന അല്ലെങ്കിൽ പറഞ്ഞു പരത്തുന്ന റാബിറ്റ് സൂട്ട് എന്ന ഈ ഐറ്റം മിഡിൽ ഈസ്റ്റിൽ എത്തി പറഞ്ഞാൽ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ അവർക്കെതിരെ തിരിയും. ആ അവസരം മുതലാക്കി അമേരിക്ക അവരെ അറ്റാക്ക് ചെയ്യുന്നു. അമേരിക്ക അവരെ അറ്റാക്ക് ചെയ്യുമ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ മുഴുവൻ സപ്പോർട്ടും അമേരിക്കയ്ക്ക് കിട്ടും. ഇങ്ങനെയാണ് ജോൺ പറയുന്ന പ്ലാൻ. ഇത് ആക്ച്വലി അമേരിക്കയുടെ അറിവോടുകൂടിയാണോ ഇങ്ങനെ നടക്കുന്നതെന്നുള്ള കാര്യം വ്യക്തമല്ല. എന്തോ ജോൺ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ജോൺ എന്തായാലും നല്ല പിടിപാടുള്ള വ്യക്തിയാണ്. അമേരിക്കയുടെ തലപ്പത്ത് ഇവന്റെ കുറെ ആളുകളുണ്ട്. ശത്രു രാജ്യമായിട്ട് കാണുന്ന രാജ്യങ്ങളെ തകർക്കാൻ ഇങ്ങനെയും ഒരു വഴിയുണ്ടല്ലോ. ഇതെല്ലാം കേൾക്കുന്നത് നമ്മുടെ ഹീറോ ആവട്ടെ, ശരി നീ പറഞ്ഞ പോലെ ലിൻസി എനിക്ക് അയച്ചു തന്ന ഇൻഫർമേഷൻ എന്താണെന്ന് ഞാൻ പറയാം. പക്ഷെ അതിനു മുമ്പ് എന്റെ വൈഫ് ജീവനോടെ ഉണ്ടെന്ന് എനിക്കറിയണം. എനിക്ക് അവളുടെ ശബ്ദം കേൾക്കണം. അതേ തുടർന്ന് ജൂലിയെ പിടിച്ചു വെച്ചിരിക്കുന്ന അങ്ങോട്ട് കോൺടാക്ട് ചെയ്യുന്ന ജോൺ ഫോൺ ജൂലിയയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഈതനും ജൂലിയും തമ്മിൽ സംസാരിക്കുന്നു. താനിപ്പോൾ സംസാരിക്കുന്നത് ജൂലിയയോട് തന്നെയാണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയ തടാകത്തിന്റെ പേരെന്താണെന്നൊക്കെ ഹീറോ അവളോട് ചോദിക്കുന്നുണ്ട്. അവളും വനാഗ ലേക്ക് എന്ന് പറയുന്നു. അപ്പോൾ ഈതൻ ഉറപ്പായി താൻ സംസാരിക്കുന്നത് ജൂലിയയോടാണ്. കാരണം ഈ ഒരു കാര്യം, ഈ വനാഗ ലേക്കിന്റെ സ്റ്റോറി ഇവർക്ക് മാത്രമേ അറിയൂ. ജൂലിയോട് സംസാരിക്കാൻ വേണ്ടി ഈതന് വേണ്ടി ജോൺ അവന്റെ ചെവിയോട് ചേർത്ത് ഫോൺ അങ്ങനെ പിടിച്ചു കൊടുക്കുവാണ്. ജൂലി ജീവനോടെ ഉണ്ടെന്ന് കൺഫേം ആയതും ഈതൻ ജോണിന്റെ കയ്യിൽ കയറി ഒരു ഒറ്റക്കടി. വേദന കൊണ്ട് പൊളയത് ജോണിന്റെ പോക്കറ്റിൽ നിന്ന് പേനയും എടുത്തിട്ട് അവന്റെ തല കിടിച്ച് അവനെ താഴെ ഇടുന്നു. ആ പേന ഉപയോഗിച്ച് ഈതന്റെ കയ്യിൽ കെട്ടിയിരുന്ന വിലങ്ങെല്ലാം അഴിച്ചിട്ട് ജോണിന്റെ ഫോൺ എടുത്ത് ബെഞ്ചിയെ കോൺടാക്ട് ചെയ്യുന്നു. ഏത് ബെഞ്ചി എന്ന് മനസ്സിലായോ? IMF ഏജന്റ് ബെഞ്ചി. തുടക്കത്തിൽ മറ്റേ നശിച്ചു പോയ ആ ഒരു എക്സ്പ്ലോഷനിൽ തകർന്നു പോയ ലാപ്ടോപ്പിൽ നിന്ന് അതിൽ നിന്ന് കിട്ടാവുന്ന മാക്സിമം ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് നമ്മുടെ ഹീറോയ്ക്കൊക്കെ കൊടുത്ത മറ്റേ
തടിയൻ സാറിന്റെ കഥ പറഞ്ഞ അതേ ബെഞ്ചി. അവനെ വിളിച്ചിട്ട് ഹീറോ ഇപ്പോൾ അവനെ വിളിക്കാൻ യൂസ് ചെയ്ത ഈ ഒരു സെല്ലിൽ നിന്ന് അവസാനമായിട്ട് പോയിട്ടുള്ള കോൾ, അതായത് ബെഞ്ചിയെ വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് അവൻ വിളിച്ചിട്ടുള്ള ആ ഒരു കോൾ പോയത് എങ്ങോട്ടാണെന്ന് കണ്ടുപിടിക്കണമെന്ന് പറയുന്നു. ഈ കോളിന് മുമ്പ് ജോൺ ജൂലിയെ ആണല്ലോ വിളിച്ചത്. സോ എന്തായാലും അവളുള്ള ലൊക്കേഷൻ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ അവിടെ പോയി അവളെ രക്ഷിക്കാൻ സാധിക്കും. എന്നാൽ ബെഞ്ചി ആണെങ്കിലോ നോ വേ, താൻ ഒരു ക്രിമിനൽ ആണെന്ന് എനിക്ക് മനസ്സിലായി. ഇവിടെ എല്ലാവരും തന്നെ തിരക്കി നടക്കുക. ഓ അങ്ങനെയൊന്നുമല്ല ബെഞ്ചി കാര്യങ്ങൾ, അവരെന്നെ ചതിച്ചതാണ്. പ്ലീസ് ഇപ്പൊ നിനക്ക് മാത്രമേ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ, നീ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഹീറോ സംസാരിക്കുമ്പോൾ ബെഞ്ചിയും ഹീറോയെ ഹെൽപ്പ് ചെയ്യുന്നു. ആ ഫോണിന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് കറക്റ്റ് ലൊക്കേഷൻ ഹീറോയ്ക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ജൂലിയ ഉള്ള ലൊക്കേഷനിൽ ചെന്ന് എതിർക്കാൻ വന്ന 2-3 പേരെ അടിച്ച് താഴെയിട്ട് ജൂലിയയുടെ അടുത്ത് നിന്ന് അവളെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴാവട്ടെ പെട്ടെന്ന് ഈതൻ തന്നെ താഴെ വീണ് പോകുന്നു. നേരത്തെ ഈതന്റെ തലയ്ക്കുള്ളിൽ ഡേവിയന്റെ ആളുകൾ വെച്ചിട്ടുണ്ടായിരുന്ന ആ ചിപ്പ് അവർ ആക്ടിവേറ്റ് ചെയ്തു. വൺസ് ഈ ചിപ്പ് ആക്ടിവേറ്റ് ആയാൽ പരമാവധി ഒരു 3-4 മിനിറ്റ് അതിനുള്ളിൽ അത് പൊട്ടിത്തെറിക്കും, ആ വ്യക്തി മരിക്കും. ഇത് തന്നെയാണ് ലിൻസിക്ക് സംഭവിച്ചത്. ഇപ്പൊ അതേ കാര്യം നമ്മുടെ ഹീറോയ്ക്കും സംഭവിക്കുന്നു. ആ ചിപ്പ് ആക്ടിവേറ്റ് ആവുന്നത് മുതൽ പിന്നെ അങ്ങോട്ട് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. തലയ്ക്കുള്ളിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള ശബ്ദം ഉണ്ടാകുന്ന പോലെ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ അങ്ങനെ ഒരു അത്രത്തോളം അൺസഹിക്കബിൾ കണ്ടീഷനിലേക്കാകും. ഈ ഒരു അവസ്ഥയിൽ പെട്ട് ഹീറോ വലഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഡേവിയൻ അങ്ങോട്ട് വന്ന് ഹീറോയെ തല്ലുന്നു. ഞാൻ നിന്നോട് പറഞ്ഞില്ലടാ, നിന്റെ കൺമുന്നിലിട്ട് നിന്റെ വേണ്ടപ്പെട്ടവരെ ഞാൻ കൊല്ലുമെന്ന്, നിന്റെ മുന്നിലിട്ട് ഞാൻ അവളെ കൊല്ലുന്നത് നീ നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പോവാ എന്നൊക്കെ പറഞ്ഞിട്ട് ഡേവിയൻ ജൂലിയെ കൊല്ലാൻ ഗണ്ണെടുക്കുന്നു. എന്നാൽ അങ്ങേർക്ക് അവളെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ ഹീറോ അങ്ങേരെ അടിച്ച് താഴെയിട്ടു. ഇപ്പോഴും ഹീറോയുടെ തലയ്ക്കുള്ളിൽ ആ ചിപ്പുണ്ട്, അതവനെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും ഹീറോയ്ക്ക് ഡേവിയനെ അടിച്ച് താഴെ ഇടാൻ പറ്റുന്നുണ്ട്. ഒരുപക്ഷെ ഹീറോ ആ ഒരു ചിപ്പിന്റെ പവറിനെ ഓവർകം ചെയ്തിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ഡേവിയൻ നമ്മുടെ ഹീറോയെ തല്ലുന്ന കൂട്ടത്തിൽ പുള്ളി ഇവന്റെ തലയ്ക്കൊക്കെ ഇട്ട് അടിക്കുന്നുണ്ടായിരുന്നു. ആ അടിയുടെ കൂട്ടത്തിൽ ചിപ്പിന് എന്തെങ്കിലും സാരമായിട്ട് പറ്റിയിട്ടുണ്ടാകും. ആദ്യം പറഞ്ഞതാവാനാണ് സാധ്യത കൂടുതൽ. ഇപ്പോഴും ഹീറോയുടെ തലയ്ക്കുള്ളിൽ ആ ഒരു ഇറിറ്റേഷൻ ഉണ്ട്. തന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഡേവിയനെ അടിച്ച് ഹീറോ ഇപ്പൊ അവരുള്ള ആ ഒരു ബിൽഡിംഗിൽ നിന്ന് പുറത്തിടുന്നു. ഹീറോയും തെറിച്ച് പുറത്ത് വീഴുന്നുണ്ട്. ഇവർ വന്നു വീഴുന്നതാവട്ടെ ഒരു റോഡിലും. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് തിരിഞ്ഞു നോക്കാനുള്ള സ്പേസ് കിട്ടിയില്ല. ഒരു കാറ് നേരെ വന്ന് വില്ലനെ ഇടിച്ചെടുത്തുകൊണ്ടങ്ങ് പോയി. എന്തോ ഭാഗ്യത്തിന് നമ്മുടെ ഹീറോ വില്ലന്റെ അടിയിലായിരുന്നു. വില്ലനെ മാത്രമേ കാർ ഇടിച്ചുകൊണ്ട് പോയുള്ളൂ. ഹീറോയ്ക്കൊന്നും പറ്റിയില്ല. അങ്ങനെ ആ ഒരു ശല്യം ഒഴിഞ്ഞു. എന്നാലും പ്രശ്നം തീർന്നിട്ടില്ല. ഇതിന്റെ തലയിൽ ഇപ്പോഴും ആ ഒരു ചിപ്പ് ഉണ്ടല്ലോ, അതവനെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് ഓടിച്ചെന്ന് ജൂലിയെ രക്ഷപ്പെടുത്തി അവളെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു ഗൺ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ആൻഡ് ഇതിന്റെ തലയിലുള്ള ആ ഒരു ചിപ്പ് ഇനാക്റ്റീവ് ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് നശിപ്പിക്കാൻ വേണ്ടി അവന്റെ ശരീരത്തിലൂടെ ഒരുപാട് കറണ്ട് കയറ്റി വിടണം. ഇനിയിപ്പോൾ ഈതൻ രക്ഷപ്പെടണമെങ്കിൽ അങ്ങനെ ചെയ്യുക മാത്രമേ ഉള്ളൂ വഴി. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളും ചെയ്യുന്നു. അങ്ങനെ കറണ്ടൊക്കെ സെറ്റ് ചെയ്ത് ആവശ്യത്തിന് പവർ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ഉറപ്പുവരുത്തിയ ഈതൻ അതിന്റെ സ്വിച്ച് ഓൺ ചെയ്യാൻ ജൂലിയോട് ആവശ്യപ്പെടുന്നു. സ്വാഭാവികമായിട്ടും ആദ്യം അവൾ അങ്ങനെ ചെയ്യാനൊന്നും മടിക്കും. ഇവനെന്തെങ്കിലും സംഭവിച്ചാലോ, ഇനിയിപ്പോൾ തന്റെ കൈ കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നുള്ള ഒരു പേടിയുണ്ട്. എന്നാലും ഇതിന്റെ നിർബന്ധം കാരണം അവൾ ആ സ്വിച്ച് ഓൺ ചെയ്യുന്നു. ഒരു മനുഷ്യ ശരീരത്തിന് താങ്ങാൻ പറ്റുന്നതിൽ കൂടുതൽ പവർ ഒരാളുടെ ശരീരത്തിലൂടെ കയറിപ്പോയാൽ എന്ത് സംഭവിക്കും? ദേ നമ്മുടെ ഈതൻ ബോധം പോയി വീണ് കിടക്കുന്നു. ഈതിന് ബോധം പോയ കറക്റ്റ് സമയത്ത് ഡേവിയന്റെ കുറെ ആളുകൾ ഇവർക്ക് നേരെ വന്ന് ഷൂട്ട് ചെയ്യുന്നു. നമ്മുടെ ജൂലിയയ്ക്ക് ഇതിനു മുമ്പ് ആരെയും ഗൺ യൂസ് ചെയ്ത് ഷൂട്ട് ചെയ്തിട്ടുള്ള പരിചയമില്ല. നേരാമണ്ണം ഇതിനു മുമ്പ് അവളൊരു ഗൺ കണ്ടിട്ട് പോലും ഉണ്ടാവത്തില്ല. എന്തൊക്കെയാണെങ്കിലും സാഹചര്യങ്ങളാണല്ലോ മനുഷ്യനെ ഓരോരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. രക്ഷപ്പെടാൻ മറ്റൊരു വഴിയും മുന്നിലില്ലാതായതോടെ എതിർത്ത് വരുന്ന ആളുകളെയൊക്കെ ജൂലിയ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഷൂട്ട് ചെയ്ത് വീഴ്ത്തുന്നുണ്ട്. ഇങ്ങനെ ജൂലിയ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നവരുടെ കൂട്ടത്തിൽ ഒരാളാണ് ജോൺ. നേരത്തെ നമ്മുടെ ഹീറോ രക്ഷപ്പെടാൻ വേണ്ടി അവനെ ഇടിച്ച് ബോധം കെടുത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ താണ്ടെ വലിയ കാര്യത്തിൽ ഓടി വന്ന് ജൂലിയയുടെ കൈ കൊണ്ട് അവൻ മരിച്ചു വീഴുന്നു. ദേ റാബിറ്റ്സ് ഫുഡ് എന്നറിയപ്പെടുന്ന ആ ഒരു സാധനം അത് ഈ ജോണിന്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ എതിർത്ത് വന്ന ആളുകളുടെ ശല്യമൊക്കെ ഒഴിഞ്ഞപ്പോൾ നമ്മുടെ ജൂലിയ ഈതന്റെ നെഞ്ചിൽ പ്രസ് ചെയ്ത് ഒരു വിധത്തിൽ പുള്ളിക്കാരന് പൾസ് തിരിച്ചു കൊണ്ടുവരുന്നു. ലക്ലി അവൻ വീണ്ടും ജീവനോടെ എഴുന്നേറ്റ് വരുന്നു. സോ ഫൈനലി പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു. ഹീറോയിനും സന്തോഷത്തോടെ തിരിച്ചു പോകുന്നു. റാബിറ്റ്സ് ഫുഡ് അവരുടെ IMF ഹെഡിനെ ഏൽപ്പിച്ചു. യഥാർത്ഥത്തിൽ ആ സാധനം എന്താണെന്ന് ഇപ്പോഴും അറിയില്ല. എന്തെങ്കിലും തരത്തിലുള്ള പവർഫുൾ ആയിട്ടുള്ള ഫിസിക്കൽ വെപ്പൺ ആണോ, കെമിക്കൽ വെപ്പൺ ആണോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ, ഒരു ഐഡിയയും ഇല്ല. പിന്നെ നമ്മുടെ ഈതന് വൈറ്റ് ഹൗസിൽ നിന്ന് ഒരു മിഷൻ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു മിഷന് പുള്ളിക്കാരൻ പോകുമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആദ്യം എൻ്റെ ഹണിമൂണിന് പോകണമെന്നാണ് നമ്മുടെ ഹീറോ പറയുന്നത്. അങ്ങനെ തന്റെ ഭാര്യയുമൊത്ത് ഹണിമൂണിന് പോകുന്ന നമ്മുടെ ഹീറോയെ കാണിച്ചാണ് മിഷൻ ഇമ്പോസിബിൾ 3 അവസാനിക്കുന്നത്. സോ എങ്ങനെയുണ്ടായിരുന്നു സിനിമയെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു അടിപൊളി സിനിമയുടെ കഥയുമായി നമുക്ക് വീണ്ടും കാണാം.